وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم قل ادعوا الذين زعمتم من دوني فلا يملكون كشف الضر عنكم ولا تحويلا أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാക്കുകൾ ശ്രദ്ധിക്കാനെത്തിയിട്ടുള്ള നല്ലവരായ ശ്രോതാക്കളെ, പ്രവാസി സുഹൃത്തുക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അധ്വാനിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഫിത്നകളും ആശയക്കുഴപ്പങ്ങളും വർദ്ധിച്ച ഈ കാലത്ത് യഥാർത്ഥ ദീൻ എന്താണെന്ന് മനസ്സിലാക്കി അത് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരവസ്ഥയിലാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടും സത്യാന്വേഷണ മനസ്ഥിതിയോടുകൂടിയും സംഗതികൾ വിലയിരുത്തണമെന്നാണ് എനിക്ക് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന പരമപ്രധാനവും നിത്യപ്രസക്തവുമായ ഒരു വിഷയം, അത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നാട്ടിലിപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. തൗഹീദിനു വേണ്ടി വാദിച്ച, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് കേരള മുസ്ലിമീങ്ങളോട് ശക്തിയായി ആഹ്വാനം ചെയ്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന ഒരു കുപ്രചരണം നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആദ്യമായി പറയട്ടെ, അതൊരു കള്ള ആരോപണം മാത്രമാണ്. കേരളത്തിൽ മുവഹിദുകളായ ഒരാളും ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ലെന്നോ മലക്കിനെ വിളിച്ച സഹായം തേടാം അല്ലെങ്കിൽ മലക്കിനോട് പ്രാർത്ഥിക്കാമെന്നോ ഒരാൾക്കും വാദമില്ല. ഈ പറയുന്ന എനിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുതിയ തൗഹീദിനെ അംഗീകരിക്കാത്ത ആർക്കും അങ്ങനെ ഒരു വാദമില്ല. ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ട ഭൗതിക സഹായം ചോദിക്കാം, അതും ആരും പറഞ്ഞിട്ടുള്ള കാര്യമല്ല, വെറുതെ പറയുന്ന കാര്യമാണ്. ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ഒന്നും ചോദിക്കാൻ പാടില്ല. ഭൗതികവും ചോദിക്കാൻ പാടില്ല, അഭൗതികവും ചോദിക്കാൻ പാടില്ല. അടുത്തുള്ള ജിന്നിനോടും ചോദിക്കാൻ പാടില്ല, അകന്ന ജിന്നിനോടും ചോദിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂല് മുഖേന കൊണ്ടുവന്ന ദീനിൽ എന്തൊക്കെയുണ്ടോ അതല്ലാത്ത പുതിയതൊന്നും നമുക്ക് കൊണ്ടുവരാൻ അവകാശമില്ല. അങ്ങനെ ആരും കൊണ്ടുവന്നിട്ടുമില്ല. ലോകത്തുടനീളമുള്ള സലഫി ഉലമാക്കൾ തൗഹീദ് എങ്ങനെ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടോ അങ്ങനെയല്ലാതെ അതിനപ്പുറത്തേക്ക് ആരും പോയിട്ടില്ല. അങ്ങനെ പോയി എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. ഇപ്പോ തൗഹീദ് അചഞ്ചലമാണെന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്ന നമ്മുടെ നാട്ടിൽ യാഥാസ്ഥിക വിഭാഗങ്ങൾ അവർ പറയുന്നു, ഇവരെ തൗഹീദ് പൊളിഞ്ഞു പാളീസായിപ്പോയി. 1921 തുടങ്ങിയ തൗഹീദിൽ ഓരോ ഘട്ടങ്ങളിലും മാറ്റം വന്ന് മാറി വന്നു
എന്നാൽ ഞങ്ങളെ തൗഹീദ് അചഞ്ചലമാണ്. എന്താ അവരെ തൗഹീദ്? മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, മരിച്ചവരെ കൊണ്ട് സത്യം ചെയ്യുക, മരിച്ചവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നേരുക, ഏലസും ഉറുക്കും ഹോമവും അതൊക്കെ കൊണ്ട് നടക്കുക. ഇതാണത്ര അചഞ്ചലമായ തൗഹീദ്. ഇത് അമ്പിയാക്കൾ പഠിപ്പിച്ച തൗഹീദാണോ? അല്ല. കേരളത്തിലെ മുവഹിദുകളെ സംബന്ധിച്ചിടത്തോളം 1920കളിൽ പറഞ്ഞ തൗഹീദ് ഒരു മാറ്റവുമില്ലാതെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇടക്കാലത്ത് ആ തൗഹീദിൽ പുഴുക്കുത്തുണ്ടാക്കാൻ വന്നവരൊക്കെ ഇടക്കാലത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതൊന്നും ഈ തൗഹീദിന്റെ കുഴപ്പമല്ല. മുൻകാലത്തും ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കാലം മുതൽക്ക് നിങ്ങൾ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ഏതെല്ലാം കക്ഷികൾ വന്നു? ഷിയാക്കൾ വന്നു. ഷിയാക്കളിൽ തന്നെ പല വിഭാഗങ്ങൾ വന്നു. അതിനുശേഷം മുഅ്തസിലിയാക്കൾ വന്നു, ഖവാരിജുകൾ വന്നു, മുർജിയാക്കൾ വന്നു, ഖദരിയാക്കൾ വന്നു, ജബരിയാക്കൾ വന്നു. ഇതൊന്നും ഇസ്ലാമിലെ തൗഹീദിനെ ഒരു മാറ്റിമറിക്കാൻ സാധിച്ചിട്ടില്ല. അഹ്ലുസുന്ന വൽ ജമാഅത്ത് ഏതൊരു തൗഹീദിൽ നിലകൊണ്ടോ ആ തൗഹീദിൽ മാറ്റം വരുത്താൻ അന്നത്തെ കക്ഷികളുടെ പേരില്ലെങ്കിലും അതുപോലെയുള്ള ആശയങ്ങളുള്ള പല കക്ഷികളും പല ആളുകളും ഈ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും അഹ്ലുസുന്നത്തിൻ്റെ തൗഹീദിനെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. മാറ്റമില്ലാത്ത തൗഹീദ്, നബിമാർ പഠിപ്പിച്ച തൗഹീദ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയായ തൗഹീദ്, ആ തൗഹീദാണ് ഇന്നും എന്നും നമ്മുടെ ആദർശം. അതിൽ യാതൊരു മാറ്റവുമില്ല. നമുക്കറിയാം എന്തുകൊണ്ടാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നൊരു വിഷയം മുസ്ലിമീങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ തന്നെ പ്രത്യേകത എന്താ? മറ്റ് മതങ്ങളുമായി മറ്റ് മതവിശ്വാസങ്ങളുമായി എന്താണ് ഇസ്ലാമിലുള്ള വ്യത്യാസം? മറ്റെല്ലാ മതങ്ങളിലും ദൈവം ഒന്നാണെന്ന് വിശ്വസിക്കുന്ന, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഏകദൈവമാണെന്ന് അംഗീകരിക്കുന്ന ആളുകൾ തന്നെ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആ ദൈവത്തിൻ്റെ സൃഷ്ടികളായ പുണ്യപുരുഷന്മാരെന്നും മഹാന്മാരെന്നും അവർ വിശ്വസിക്കുന്ന ദേവീ ദേവന്മാരെയോ പുണ്യാളന്മാരെയോ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രവാചകന്മാരെയും അതുപോലെ തന്നെ പുണ്യപുരുഷന്മാരെയും ആരാധിക്കുന്നത് അവരുടെ മതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അവിടെയാണ് ഇസ്ലാം വേറിട്ടു നിൽക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മുസ്തഹിഖു ലിൽ ഇബാദ. പണ്ഡിതന്മാരൊക്കെ കൊടുത്ത അർത്ഥം അതാണ്. ഇബാദത്തിന് അർഹൻ, ഇബാദത്തിന് തരപ്പെട്ടവൻ, ഇബാദത്തിന് യോഗ്യതയുള്ളവൻ അത് അല്ലാഹു മാത്രമാണ്. അപ്പോ അർഹതയില്ലാത്ത പലരും മനുഷ്യ ചരിത്രത്തിൽ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊന്നും ആരാധന അർഹിക്കുന്നവരോ ആരാധനയ്ക്ക് യോഗ്യതയുള്ളവരോ അല്ല. അവർ വ്യാജ ദൈവങ്ങളോ അല്ലെങ്കിൽ കള്ള ദൈവങ്ങളോ ആയിരുന്നു. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ. രണ്ടു ഭാഗമുണ്ടതിന്. ഒന്ന് ലാ ഇലാഹ. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അല്ലാഹു പുറം ആരാധിക്കപ്പെടുന്ന ഏതൊക്കെ ഇലാഹുകളുണ്ടോ അതിനെയൊക്കെ തള്ളിപ്പറയണം, നിഷേധിക്കണം. അതാണ് ഒരു മുസ്ലിം ആദ്യം ചെയ്യേണ്ടത്. ഇലാഹാകാൻ അർഹൻ അല്ലാഹു മാത്രം എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇലാഹല്ല. ഇലാഹിന്റെ അംശം അദ്ദേഹത്തിലില്ല. യാതൊരു ദൈവിക അംശവും അദ്ദേഹത്തിൽ കുടികൊള്ളുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിൽ അവതരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു ഞങ്ങളുടെ ഇമാമുകളിൽ അവതരിച്ചിട്ടുണ്ടെന്നും അള്ളാഹുവിൻ്റെ കഴിവുകൾ ഞങ്ങളുടെ ഇമാമുകൾക്കുണ്ടെന്നും അല്ല കാണുന്ന പോലെ കാണാനും അല്ല കേൾക്കുന്ന പോലെ കേൾക്കാനും കഴിയുന്നവരാണ് ഞങ്ങൾ ബഹുമാനിക്കുന്ന മഹാന്മാരെന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇലാഹല്ല. അപ്പൊ ഈ അള്ളാഹ്ക്ക് പുറമെ ആരാധന അർപ്പിക്കപ്പെടുന്ന വ്യക്തികളെയും ശക്തികളെയും, കല്ലാകട്ടെ, മരമാകട്ടെ, ഖബറാകട്ടെ, എന്താകട്ടെ, പുണ്യപുരുഷന്മാരാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, അതിനെയൊക്കെ നിഷേധിക്കണം. അവരൊന്നും ഇലാഹല്ല, ഇല്ലല്ലാ, അള്ളാഹു മാത്രം. ഇത് മനസ്സിലാക്കുന്നിടത്താണ് മുസ്ലിമീങ്ങൾക്ക് തെറ്റുപറ്റിയത്. ഇലാഹിന്റെ അർത്ഥം എന്താണെന്ന് അറിയാത്ത ആളുകൾ ഇപ്പോഴുണ്ട്. അല്ലല്ലാതെ പടച്ചോനില്ല. കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടന്നുകൊണ്ടിരിക്കുന്ന ജാറപ്പൂജയെ നമ്മൾ വിമർശിക്കുമ്പോൾ
എന്താണ് അതിൻ്റെ പങ്കുപറ്റികളായ പണ്ഡിതന്മാർ വന്നിട്ട് സാധാരണക്കാരോട് പറയണത്? കണ്ടോ, നമ്മൾ ശിർക്കിലാണെന്നാ അവർ പറയണത്. അല്ലല്ലാതെ വേറൊരു പടച്ചോൻ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ മുമ്പിലിരിക്കുന്ന ഖൗമർ ഇല്ല. അപ്പൊ അല്ലല്ലാതെ പടച്ചോനില്ല, അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം. എന്നാ ഇവർ പറയുന്നത് നമുക്ക് വേറെ അല്ലുണ്ട് എന്നാണ്. മൊയ്തീൻ ശൈഖ് അല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ബദരീങ്ങൾ അല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളാരും മൊയ്തീൻ ശൈഖ് പടച്ചോനാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ബദരീങ്ങൾ പടച്ചോനാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, മമ്പർത്തങ്ങൾ പടച്ചോനാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഭീമാബി പടച്ചോനാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, മാലിക് ദീനാർ പടച്ചോനാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ അവരാരാധിക്കപ്പെടുന്ന മഹാന്മാരൊന്നും പടച്ചോന്മാരല്ല എന്ന് വിശ്വസിച്ചാൽ പിന്നെ അവരോട് പ്രാർത്ഥിക്കുന്നതിനും സഹായം തേടുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് ആളുകളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തുകൾ നമ്മുടെ കേരളത്തിലും ലോകത്തിന്റെ നാനാഭാഗത്തും നിലനിൽക്കുന്നത്. ഇസ്ലാമിനെ ജീവിതമാർഗമാക്കിയ മതവാണിഭക്കാരായ മുസ്ലിയാക്കന്മാരും മൗലവിമാരും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും യാതൊരു അസ്വസ്ഥതയും ഉണ്ടാക്കുകയില്ല. ആളുകൾ പിഴച്ചു പോകുന്നതിലോ നരകത്തിലെത്തുന്നതിലോ അവർക്ക് യാതൊരു വേവലാതിയുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെ അപ്പടി നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ തങ്ങളുടെ ഉദരപൂരണം എങ്ങനെ നടക്കും എന്നതു മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം വിഷയം. നിങ്ങൾ നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? കലിമത്തു ഷഹാദത്ത് ശരിക്കും മനസ്സിലാക്കിയവൻ ഒരിക്കലും അമറ ബിസ്വലാത്തി വസ്സൗമി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും കൽപ്പിച്ചതുപോലെ ഫകദാലിക അമറ ബിദ്ദുആ, നിസ്കരിക്കണം നോമ്പെടുക്കണം എന്ന് കൽപ്പിച്ചതുപോലെ ദുആ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിസ്കാരം പോലെ നോമ്പ് പോലത്തെ ഒരു സംഗതിയാണ് ദുആ. അത് പല ആളുകൾക്കും അറിഞ്ഞുകൂടാ. ഫതുഹുൽ ബാരിയിൽ അസ്ഖലാനി പറഞ്ഞു, അന്ന ദുആ അഖസ്സു മിനൽ ഇബാദ. ഇബാദത്ത് എന്നത് ഒരു പൊതുവായ പ്രയോഗമാണ്, അതിൽ നിന്ന് ഖാസായ ഒന്നാണ് ദുആ. അപ്പോ ഫമൻ ഇസ്തക്ബറ അനിൽ ഇബാദ ഇസ്തക്ബറ അനി ദുആ. ഒരാൾ ഇബാദത്തിൽ നിന്ന് അകന്ന് അഹങ്കാരം നടിച്ചു മാറി നിന്നു എന്ന് പറഞ്ഞാൽ അയാൾ പ്രാർത്ഥനയിൽ നിന്ന് അഹങ്കാരം നടിച്ചു മാറി നിന്നു എന്ന് പറയാം. ഈ ഒരാശയമാണ് തഫ്സീറുകളിലൊക്കെ ഉള്ളത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അത് ഇസ്തിഗാസ എന്ന് ഓമന പേരിട്ട് ന്യായീകരിക്കുകയും ചെയ്യുന്നവർ ധാരാളം ഉദ്ധരിക്കുന്ന, അവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഫഖ്റുദ്ദീനുർ റാസി. ഇൽമുൽ കലാമിൽ മുക്കിപ്പൊരിച്ച അയാളുടെ തഫ്സീറാണ് തലങ്ങും ബലങ്ങും ഇവർ ഉദ്ധരിക്കാറുള്ളത്. അതുകൊണ്ട് പറഞ്ഞതാണ്, ദുആ എന്നത് ഇബാദത്തുകളുടെ ഒരു ഇനമാണെന്ന് പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി 4 സുനനുകളിലുമുള്ളതാ. 4 സുനന് അബൂദാവൂദ്, ഇബ്നു മാജ, തിർമിദി, നസായി. ഈ 4 സുനനും ഇമാം അഹ്മദിലും ഇബ്നു അബീ ശൈബയിലുമുള്ള ഹദീസാണ് ഇന്ന ദുആ ഹുവൽ ഇബാദ. അദ്ദുആ അതാകുന്നു ഇബാദത്ത്, പ്രാർത്ഥന അതാകുന്നു ആരാധന എന്ന് റസൂലുള്ളാഹി ആയത്തോതി പഠിപ്പിക്കുകയും ചെയ്തു. ഏതാണ് ആയത്ത്? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ വിളിച്ചു തേടൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. കണ്ടോ, അല്ലല്ലാതെ വേറെ ആരും അത് പറഞ്ഞിട്ടില്ല ഈ ലോകത്ത്. നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാന്ന് പറഞ്ഞ ഒരു സൃഷ്ടിയുണ്ടോ ലോകത്ത്? ഒരു നബി ഉണ്ടോ ലോകത്ത്? ഒരു പുണ്യപുരുഷനുണ്ടോ ലോകത്ത്? ഇല്ല. എന്നിട്ട് പറഞ്ഞെന്താ? ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. ദുആ ആകുന്ന എന്നോടുള്ള ഇബാദത്തിൽ നിന്നും ആരെങ്കിലും അഹങ്കരിച്ചു മാറി നിന്നാൽ അവൻ പിന്നീട് വഴിയെ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഉദ്ഊനി എന്ന് ആദ്യം പറഞ്ഞു, ഇബാദത്തി എന്ന് പിന്നെയും പറഞ്ഞു. ദുആ ഇബാദത്താണ് എന്ന് തെളിയിക്കാൻ ഈ ഹദീസിനൊപ്പം റസൂൽ ഓതിക്കൊടുത്ത ആയത്താണത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ, സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നതിനെ വിലക്കുന്ന എത്രയെത്ര ആയത്തുകളാണ് ഖുർആനിലുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥന കൂടാതെ കഴിയില്ല. എന്തൊക്കെ സൗകര്യങ്ങളും സമ്പത്തും സ്ഥാനമാനങ്ങളും എന്തൊക്കെ അവനുണ്ടെങ്കിലും ശരി, എനിക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സ്വയം പര്യാപ്തനാണ്, ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു മഖ്ലൂക്ക് ഉണ്ടാവില്ല. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ് അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്
വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. മനുഷ്യരെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അവൻ മാത്രമാണ് ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത ധന്യനും ഐശ്വര്യവാനും സ്തുത്യർഹനും അവൻ മാത്രമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രാർത്ഥന ഉയരാത്ത ഒരു സന്ദർഭം ഒരു മനുഷ്യനുണ്ടാവുകയേയില്ല. അത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. നൈസർഗികമായ അവൻ്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുക എന്നത്. അതാണ് സൂറത്ത് ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് നമ്മളെ പഠിപ്പിച്ചത്. പിന്നെ നമുക്കൊക്കെ പരിചയമുള്ള ഒരായത്താണ് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിനുള്ളതാകുന്നു, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവോടൊപ്പം ആരോടും പ്രാർത്ഥിക്കരുത്. ഈ ആശയം വിശുദ്ധ ഖുർആൻ വളരെ ആവർത്തിച്ചു പറഞ്ഞിട്ടും പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന മുദ്രാവാക്യത്തെ മുസ്ലിമീങ്ങൾ തന്നെ എതിർക്കുന്നു. പാലക്കാട് സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ ബാനറിൻ്റെ ചോട്ടിൽ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് ഒരു മുദ്രാവാക്യം പോലെ എഴുതി വെച്ചൊരു ഒരു സമ്മേളന സന്ദേശം പോലെ, സമ്മേളന പ്രമേയം അതായിരുന്നില്ല. വെറും ഒരു പരസ്യമാകേണ്ട ഒരാശയം, അതിൽ എന്തെങ്കിലും ഒരു സന്ദേശം ഉണ്ടാകട്ടെ എന്ന നിലക്ക് എഴുതി ചേർത്തതാ. അത് കണ്ടിട്ട് വമ്പിച്ച പ്രശ്നങ്ങളുണ്ടായി. പാലക്കാടാണ് സമ്മേളനം നടക്കുന്നത്. സ്വാഭാവികമായും RSS പോലെയുള്ള സംഘടനകൾക്കൊക്കെ സ്വാധീനമുള്ള ഒരു സ്ഥലമല്ലേ. അവിടെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. എന്താ പോസ്റ്ററിലുള്ളത് എന്നറിയോ? രാമനും സീതയും ദൈവങ്ങളല്ല, ദൈവത്തിന്റെ ഭൂമിയിൽ കൽപ്രതിമകൾ സൃഷ്ടിച്ച് കലാപമുണ്ടാക്കുന്നവരെ ഒറ്റപ്പെടുത്തുക. മുജാഹിദ് സംസ്ഥാന സമ്മേളനം സ്വാഗത സംഘം. ഇതൊരു കള്ള പോസ്റ്ററാ. സമ്മേളനത്തിന്റെ ആളുകൾ ഇറക്കിയതുപോലെ ഇറക്കിയിരിക്കുക. ഇത് വായിച്ചാൽ അമുസ്ലിങ്ങൾ പ്രകോപിതരാകും. രാമനും സീതയും ദൈവങ്ങളല്ലാന്നും പിന്നെ കൽപ്രതിമകൾ കൊണ്ട് നടക്കുന്നവരെ എന്ത് ചെയ്യണം? ഒറ്റപ്പെടുത്തണം എന്നാ പറയുന്നത്. ഈ രൂപത്തിലുള്ള കള്ള പോസ്റ്റർ ഇറങ്ങാൻ കാരണം എന്താ? ആരാ ഇറക്കിയത് എന്ന് പിന്നീട് കാരന്തൂരിന്ന് ആ ഒരു പ്രസ്സിൽ നിന്ന് അതിൻ്റെ ബ്ലോക്കും മറ്റുമൊക്കെ കണ്ടെത്തുകയും പോലീസ് പിടിക്കുകയും ചെയ്തു. അപ്പം മനസ്സിലായി ആരാ അതിൻ്റെ മർക്കസിൽ മുമ്പ് ജോലിക്കാരനായിരുന്ന ആളാണത്രേ അത് കൊണ്ടുപോയി കൊടുത്തത്. വമ്പിച്ച പ്രശ്നമായി. ഞാൻ ആ പ്രശ്നത്തിലേക്കല്ല കടക്കുന്നത്. ഒരു വലിയ വർഗീയ കലാപം ഉണ്ടാക്കാൻ മാത്രം ഗൗരവമുള്ളൊരു പോസ്റ്റർ ഇവർ ഇറക്കി. വർഗീയ കലാപം ഉണ്ടായാൽ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമാണോ ബാധിക്കുക? മുസ്ലിമീങ്ങളെ മൊത്തം ബാധിക്കുന്നതാണ്. പക്ഷെ ഈ സന്ദേശത്തോട് അവർക്കുള്ള വെറുപ്പാണ് അതിന് കാരണം. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന സന്ദേശത്തോട് അവർക്കുള്ള വെറുപ്പ്. വേറെ ചില സ്ഥലത്ത് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു, സുജൂദ് അല്ലാഹുവിന് മാത്രം ഇബ്ലീസ്, അധികാരം മാത്രം ഖവാരിജുകൾ, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം മുജാഹിദുകൾ. അപ്പൊ എന്തായി? സുജൂദ് അല്ലാഹുവിന് മാത്രം എന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ വാദാണിത്. അങ്ങനെ ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇബ്ലീസിന്റെ പേരിൽ നുണ പറയാണ്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് എന്തു പറഞ്ഞു? ഞാൻ സുജൂദ് ചെയ്യൂല. എന്താ കാരണം പറഞ്ഞത്? നമുക്കൊക്കെ അറിയാം. ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാണ്, ആദം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണ് കൊണ്ടാണ്. മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ടവന് തീയാൽ സൃഷ്ടിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യോ? അവന്റെ കിബർ. അസ്ജുദു ലിമൻ ഖലഖത തീനാ, നീ മണ്ണാൽ സൃഷ്ടിച്ചവന് ഞാൻ സുജൂദ് ചെയ്യുകയോ എന്നാണ് അവൻ ചോദിച്ചത്. പക്ഷേ ഇബ്ലീസിനെ പറ്റി ഇപ്പൊ നമ്മളെ നാട്ടിൽ പറയുന്നത് എന്താണെന്നറിയോ? ഇബ്ലീസ് പറഞ്ഞത്രേ, പടച്ചോനെ നിനക്ക് നേർക്ക് നേരെ എത്ര സുജൂദ് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ആദമിനെ ഇടയാളനാക്കിക്കൊണ്ടൊരു സുജൂദ് നിനക്ക് ഞാൻ ചെയ്യൂല. ഇന്നത്തെ വഹാബികൾ പറയുന്ന അതേ വാദം ഇബ്ലീസ് പറഞ്ഞു. അപ്പൊ അള്ളാഹ് ഇബ്ലീസിനെ പുറത്താക്കി. നുണ പറയാൻ ആളുകളെ പഠിപ്പിച്ചത് ഇബ്ലീസാ. ഓന്റെ പേരിലും നുണ, ഓൻ പറയാത്ത നുണ കണ്ടങ്ങള്. അപ്പൊ ഈ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന ഈ സന്ദേശത്തോടുള്ള വെറുപ്പ് ഇപ്പൊ ചില ആളുകൾ പറയുന്നതറിയോ? പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്നാണ് കഴിഞ്ഞ 9-10 പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഇവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അനുചിതമായ മുദ്രാവാക്യമാണ്. ഇവർ പ്രഖ്യാപിച്ചതും പ്രവർത്തിച്ചതും പ്രചരിപ്പിച്ചതും പോകട്ടെ, അമ്പിയാക്കളൊക്കെ അതാണ് പറഞ്ഞത്, വേദങ്ങളൊക്കെ അതാണ് പഠിപ്പിച്ചതെന്നും
അവർ പറയുന്നു ഒരു വേദത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു നബിയും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അനുചിതമായ ഈ മുദ്രാവാക്യമാണ് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നജീബ് മൗലവിയുടെ പ്രസംഗം, അതിലുള്ളതാ. സ്വാഭാവികമായും ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്. ഖുർആനിലില്ല, ഒരു നബിയും പറഞ്ഞിട്ടില്ല പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. ഞാൻ പറഞ്ഞ ആയത്ത് കണ്ടങ്ങൾ, വാനൽ മസാജിദ് പോട്ടെ, അടുത്ത ആയത്ത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പ്രഖ്യാപിക്കുക നബിയേ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് കൂടെ ഞാൻ ആരെയും പങ്കു ചേർക്കുന്നതല്ല. ഒരാളെയും ഞാൻ കൂറുകൂട്ടൂല, ശിർക്ക് വെക്കൂല. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന് ജനങ്ങളോട് പറയുക നബിയേ. അപ്പൊ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന് പ്രഖ്യാപിക്കാൻ വിശുദ്ധ ഖുർആനാ പറയുന്നത്. വിശുദ്ധ ഖുർആൻ വേദമല്ലേ? റസൂൽ നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറഞ്ഞു നടക്കുകയാണ് ഖുർആൻ ഒരു ഖുർആനിലില്ല, ഒരൊറ്റ വേദത്തിലുമില്ല, ഒരൊറ്റ നബിയും പഠിപ്പിച്ചിട്ടില്ല ഈ അനുചിതമായ മുദ്രാവാക്യം. ഇത് അനുചിതം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാ? അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്ന ഒരു സന്ദേശം ഇവിടെ ഉണ്ടായാലേ ജാറ വ്യവസായം ഇവിടെ നടക്കുള്ളൂ. അതുപോലെ തന്നെ മന്ത്രവാദങ്ങൾ ഇവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ അത് വേണം. പുണ്യപുരുഷന്മാരെയും ഔലിയാക്കന്മാരെയും ഒക്കെ വിളിച്ചു തേടാം, അവരോട് ഇസ്തിഗാസ നടത്താം എന്ന സന്ദേശം ഇവിടെ നിലനിന്നാലേ ഈ മതവാണിഭം നടക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് അത് പറയുന്നത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 2-3 ആയത്തുകൾ സൃഷ്ടികളോട് ദുആ ചെയ്യുന്നതിൽ അപകടം പറയുന്ന ആയത്തുകൾ. ഒന്ന് ഞാൻ ഓതി വെച്ച സൂറത്ത് ഇസ്രായിൽ ആയത്തു തന്നെ. ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി, പ്രഖ്യാപിക്കുക നബിയെ, നിങ്ങൾ രക്ഷകന്മാരെന്ന് പറയുന്നവരോട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക, ഒന്ന് വിളിച്ചു നോക്കുക അവരെ. ഫലാ യംലികൂന കശ്ഫൽ ദുരിയൻകും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീക്കിത്തരാൻ അവർ കഴിവുള്ളവരല്ല. വലാ തഹ്വീല, തൽക്കാലം അത് മറ്റൊരാളിലേക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പോലും അവർക്ക് കഴിയില്ല. ഉലൈകല്ലദീന യദ്ഊന, അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ, യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ്, അവരിൽ ഏറ്റവും അടുത്തവർ പോലും ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ്, അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരിൽ ഏറ്റവും അടുത്തവർ പോലും തങ്ങളുടെ രക്ഷിതാവിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന് മാത്രമല്ല, അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്, അവൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നവരാണ്. പടച്ചവൻ്റെ ശിക്ഷ ഭയപ്പെടേണ്ടതു തന്നെ. അപ്പൊ അന്ന് അവരാരൊക്കെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്? ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, ഉസൈർ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യഹൂദികളുണ്ട്, ഇബ്രാഹിം നബിയെ ഇസ്മായിൽ നബി വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കക്കാരുണ്ട്, ലാത്ത എന്ന മഹാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്ക മുശ്രിക്കുകളുണ്ട്. എല്ലാവരോടും പറയാണ്, നിങ്ങൾ രക്ഷകന്മാരും സഹായികളും എന്ന് പറയുന്നവരെ വിളിച്ചു നോക്കൂ. അവർക്ക് നിങ്ങളെ ദുരിതം നീക്കിത്തരാൻ കഴിയില്ല. തൽക്കാലം അത് മറ്റൊരാളിലേക്കൊന്ന് മാറ്റിത്തരാൻ പോലും അവർ കഴിവുള്ളവരല്ല. അവർ തന്നെയും അള്ളാഹുവിലേക്ക് ഇബാദത്തുകളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരുമാണ്. അപ്പൊ കല്ലല്ല, ബിംബല്ല, മഹാന്മാരാണ് എന്ന് അതിൽ നിന്ന് കിട്ടും. ഇപ്പൊ ചില ആളുകൾ പറയാണ്, ഖുർആനിൽ പറഞ്ഞതൊക്കെ ബിംബാരാധനെ പറ്റിയല്ലേ, നമ്മളതിന് ബിംബത്തെ ആരാധിക്കണില്ലല്ലോ. ശരി, ഇബ്രാഹിം നബിയുടെ ബിംബം, ഇസ്മായിൽ നബിയുടെ ബിംബം, ലാത്തയുടെ ബിംബം, നിങ്ങൾ ആ ബിംബം എടുത്തിട്ടിട്ട് ഇബ്രാഹിം നബിനെ വിളിച്ചോളി എന്നാണോ റസൂൽ പറഞ്ഞത്? എന്നാ പിന്നെ അങ്ങനെ ബിംബത്തോടാണ് വിരോധം എന്നുണ്ടെങ്കിൽ ബിംബം ഒഴിവാക്കാൻ പറഞ്ഞാൽ മതിയല്ലോ. ബിംബമില്ലാതെ ആരാധിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നമ്മളെ ആളുകൾക്ക് ബിംബമുണ്ട്, പക്ഷെ എണീപ്പിച്ചിട്ട ബിംബല്ല, കിടത്തിയിട്ട ബിംബം. അതേതാ? ജാറം ഒരു കിടത്തിയിട്ട ബിംബമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തില്ലേ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. അപ്പൊ ഖബറിനെ ആരാധിച്ചാൽ അത് ബിംബമായി മാറും, ബിംബാരാധനക്ക് തുല്യമായി മാറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. ഇനി നിങ്ങൾ നോക്ക്, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലാഹുവിന് പുറമെ
ഖിയാമത്ത് നാൾ വരെയും ഉത്തരം നൽകാത്തവരോട് ദുആ ചെയ്യുന്നവരെക്കാൾ വഴിപഴച്ചവൻ മറ്റാറുണ്ട്? കണ്ടോ? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ ഇവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധരാണ്. ആരെയാ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? മരിച്ചവര്. ഇവര് പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, അവർ ബർസഖി ലോകത്താണ്, അവർക്കത് ശ്രദ്ധിക്കാൻ കഴിയില്ല. ഇവരെ പ്രാർത്ഥന അങ്ങോട്ട് എത്തുന്നില്ല, അവർ കേൾക്കുന്നില്ല, അറിയുന്നില്ല. എന്നു മാത്രല്ല, വഇദാ ഹുശിറന്നാസു കാനൂ ലഹും അഅദാഅ, നാളെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവർ ഇവരുടെ ശത്രുക്കളായി മാറും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ഇവർ ചെയ്ത ഇബാദത്തുകളെ അവർ തള്ളിപ്പറയും. മുഹയ്യിദ്ദീൻ ശൈഖ് തള്ളിപ്പറയും, എന്നെ വിളിച്ച് തേടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു തള്ളിപ്പറയും, ഷിയാക്കളോട് പറയും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കണമെന്ന്. ഫാത്തിമ ബീവി പറയും, ഹസനും ഹുസൈനും പറയും, ബദരീങ്ങൾ പറയും, മമ്പ്രന്തങ്ങൾ പറയും, അവരാരും തന്നെ ഞങ്ങളെ വിളിച്ചു തേടിക്കോളൂ എന്ന് പറഞ്ഞിട്ടില്ല. അവർ തമ്മിൽ ശത്രുക്കളായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ സൂറത്ത് ഫാത്തിറിലെ 13-14 ആയത്ത്, ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്, അവനാകുന്നു എല്ലാ ആധിപത്യങ്ങളും. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അവന് പുറമെ നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നുവോ അവർ ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ ഒന്നിന്റെയും ഉടമസ്ഥത അവർക്കില്ല. ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ അവർ നിങ്ങളുടെ ദുആ കേൾക്കുന്നതല്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ്. ഫലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഖബീറായ എല്ലാം സൂക്ഷ്മമായി അറിയുന്ന അല്ലാഹുവിനെ പോലെ നിങ്ങൾക്ക് പരലോകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി വിവരം തരാൻ അല്ലാഹു വല്ലാതെ മറ്റാരുമില്ല. ഈ മൂന്ന് സ്ഥലത്ത് ഞാൻ ഉദ്ധരിച്ച 3 ആയത്തുകൾ. ഒന്ന് സൂറത്ത് അഹ്ഖാഫിലെ വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി എന്ന ആയത്ത്. അതിലെന്താ പറഞ്ഞത്? അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഏറ്റവും വഴിപഴച്ചവരാണ്. പ്രാർത്ഥിക്കപ്പെടുന്നവർ ഈ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധരാണ്. അവർ പരലോകത്ത് വെച്ച് ഈ പ്രാർത്ഥിച്ചവരെ തള്ളിപ്പറയും, നിഷേധിക്കും. ആദ്യോതിൽ എന്താ പറഞ്ഞത്? നിങ്ങളെ ദുരിതം നീക്കിത്തരാൻ അവർക്ക് കഴിയില്ല, അതിനവർക്ക് കഴിയില്ല. ഫലാ യംലികൂന എന്നാ പറഞ്ഞത്. അത് നമ്മുടെ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാർ അർത്ഥം പറയല് അവർക്കതിന് പരമാധികാരമില്ല എന്നാ. ദുരിതം നീക്കിത്തരാനുള്ള പരമാധികാരമല്ല. യംലികൂന എന്ന് പറഞ്ഞാൽ ഫലാ യഖ്ദിറൂന എന്നാ തഫ്സീറിൽ അർത്ഥം. ഫലാ യസ്തതിഊന, അവർക്ക് കഴിയില്ല, സാധ്യമല്ല എന്നാണ്. കണ്ടോ? പിന്നെ പറഞ്ഞത് എന്താ? അത് ശിർക്കാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ ദുനിയാവിൽ ഒരു ഈന്തപ്പനക്കുരുവിന്റെ പാട പോലും അവരുടെ ഉടമസ്ഥതയിലില്ല. ഒന്നും ഉടമസ്ഥതയിലില്ലാത്തവരാണവർ, അടിമകളാണ്. കണ്ടോ? അവർക്ക് നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. അത് ശിർക്കാണ്. ആ ശിർക്കിനെ അവർ നിഷേധിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സുഹൃത്തുക്കളെ, മുസ്ലിം നാമധാരികളായ ആളാണെങ്കിൽ പോലും അവർക്കിത് ബാധകമല്ല എന്നാണോ ആളുകൾ വിചാരിക്കുന്നത്? വേറൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അല്ലാഹുവിന് പുറമെ അവർ ആരോട് ദുആ ചെയ്യുന്നുവോ അവർ ഒന്നിനെയും പടക്കുന്നില്ല, സൃഷ്ടിക്കുന്നില്ല, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അംവാതുൻ, മരിച്ചവരാണ്. ഗൈറു അഹ്യാഇൻ, ജീവനില്ലാത്തവരാണ്, ജീവനില്ലാത്ത മരിച്ചവരാണ്. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, അവരെപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്ക് അറിയുകയില്ല. കണ്ടോ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും തന്നെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കൂല. കാരണം ഇത് ശിർക്കാണ്, ഇത് വഴിപഴപ്പിച്ച ഏർപ്പാടാണ്. ശിർക്കിന്റെ ഗൗരവം എന്താ? ശിർക്ക് സംഭവിച്ചു പോയാൽ പിന്നെ അവൻ്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. അവൻ നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും ധർമ്മം കൊടുത്തിട്ടും പാപങ്ങളെ സഹായിച്ചിട്ടും ഒന്നും കാര്യമല്ല. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ എങ്ങാനും ശിർക്ക് വെച്ചാൽ നിന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുന്ന റസൂലുള്ളാഹിനോടാ പറയുന്നത്. വല തകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടകാരികളിൽ പെട്ടുപോകും. റസൂൽ ശിർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, മഅസൂമാണ്.
പിന്നെ എന്തിനാ അത് പറഞ്ഞത്? ഉമ്മത്തിന് വേണ്ടി പറഞ്ഞതാ. ഇന്ന ശിർക ലദുൽമുൻ അലീം, ശിർക്ക് എന്നത് ഗുരുതരമായ പാപമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണത്. ശിർക്കിൻ്റെ ഗൗരവം അത് നരകത്തിലെത്തിക്കുന്ന കാര്യമാണ്. ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് വെച്ചാൽ അയാൾക്ക് സ്വർഗം അള്ളാഹ് ഹറാമാക്കി. ശിർക്കോട് കൂടി മരിച്ചാൽ ഒരിക്കലും സ്വർഗത്ത് പോല. വമഅ്വാഹുന്നാർ, അവന് ചെന്നെത്താനുള്ളത് നരകമാണ്. വമാലിദ്ദാലിമീന മിൻ അൻസ്വാർ, അവന് അക്രമികൾക്കൊരു സഹായിയും കിട്ടൂല. അപ്പോൾ എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവപൂർവ്വം എടുത്തു പറഞ്ഞ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന കുറ്റങ്ങളിൽ ഏറ്റവും വലിയ കുറ്റേതാ? അത് ശിർക്കാണ്. 7 വൻ പാപങ്ങളെ എണ്ണിപ്പറഞ്ഞപ്പോൾ റസൂൽ ഒന്നാമത് എണ്ണിയ പാപേതാ? അശ്ശിർക്കു ബില്ലാഹ്. ഇത് മാത്രമല്ല, മൻ മാത വഹുവ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലന്നാർ, അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നവനായിക്കൊണ്ട് ഒരാൾ മരിച്ചു പോയാൽ അവൻ നരകത്തിൽ കടക്കും. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ശിർക്കിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിലോ അല്ലാഹ് പൊറുക്കൂല. ഇപ്പം നമ്മൾ വല പാപങ്ങളിൽ നിന്നും തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ ഒരു പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചാൽ നമുക്ക് ചില പാപങ്ങളൊക്കെ അല്ലാഹ് പുറത്ത് തന്നേക്കാം, വിട്ടുവീഴ്ച തന്ന് നമ്മൾ ഒഴിവാക്കിയേക്കാം. പക്ഷെ ശിർക്കിൽ നിന്ന് തൗബ ചെയ്യാതെ മരിച്ചാൽ ഒരിക്കലും തന്നെ അയാൾക്ക് പുറത്തു കിട്ടൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരിക്കുന്നതിന് മുമ്പ് നാം ശിർക്കിനെ തിരിച്ചറിഞ്ഞ് അതിൽ തൗബ ചെയ്ത് തൗഹീദിൽ ജീവിക്കണം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു അവനോട് ശിർക്ക് വെക്കപ്പെടുന്നതിനെ പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക, അതിന് താഴെയുള്ളത് അവൻ പുറത്തു തരും. കണ്ടോ, ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാവർക്കും പുറത്തിട്ടോണ്ടില്ല, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. കണ്ടോ, വമൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അളീമ, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് വെച്ചാൽ അവൻ ഗുരുതരമായൊരു കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഗുരുതരാവസ്ഥ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ഗൾഫിലേക്ക് പോരുമ്പോൾ ജാറത്തങ്ങ പോയിട്ട് അവിടെ സമ്മതം വാങ്ങിയിട്ട് ഞാനിങ്ങനെ പോവുകയാണ്, ജോലിയൊക്കെ ശരിയാകാൻ വേണ്ടി നിങ്ങളോട് പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോരും. ഇവിടെ വന്നിട്ട് ആദ്യം കിട്ടിയ ശമ്പളത്തിൽ നിന്ന് ജാറത്തിൽക്കൊരു വിഹിതം അയച്ചു കൊടുക്കും. ഓറ ഉദക്കം കൊണ്ടാണ്, ഓറ സഹായം കൊണ്ടാണ് നമുക്ക് ജോലിയൊക്കെ ശരിയായത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്തൊരു നന്ദികേടാന്ന് ആലോചിച്ച് നോക്കൂ. ഭാര്യയെ ലേബർ റൂം കയറ്റി എന്ന് ഫോൺ വന്ന അപ്പം ജാറത്തേക്ക് നേർച്ചയാക്കാണ്, നല്ല നിലക്ക് പ്രസവിക്കാൻ CM മക്കാമക്ക് എത്ര റുപ്യ ആളുകൾ ചെയ്യാണ്, അല്ലെങ്കിൽ ഉള്ളാൾ ദർഗിക്ക് എത്ര റുപ്യ, അല്ലെങ്കിൽ പുത്തമ്പള്ളി ജാറത്തേക്ക് എത്ര റുപ്യ എന്ന് നേർച്ചയാക്കാണ്. നിങ്ങൾ നോക്ക്, ലേബർ റൂമിന് പുറത്ത് ഇന്നലെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ മോള് പ്രസവിച്ചിട്ടില്ല. അപ്പോൾ കൊണ്ടുപോകും, വേദന എല്ലാവരും കൊണ്ടുവരും, പിന്നെയും കൊണ്ടുവരും. അമ്മായിമാക്ക് വിഷമം, ഉമ്മാക്ക് വിഷമം, അമ്മാമന് വിഷമം, ഭർത്താവിന് വിഷമം, എല്ലാവരും നേർച്ചയാക്കുകയാണ്. ആർക്ക്? അള്ളാഹ്ക്കല്ല, പല ജാറത്തുക്കും നേർച്ചയാക്കുകയാണ്. അങ്ങനെ സിസ്റ്റർ വന്നിട്ട് സക്കീന മോള് പ്രസവിച്ചു കേട്ടോ, കുട്ടി ആൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ ഉദക്കം കൊണ്ട് പ്രസവിച്ചു പോന്നല്ലോ. അമ്മായിമാറിയും ഞാൻ CM മക്കാമക്ക് നേർച്ചയാക്കിയെന്ന് അതുകൊണ്ടാ, അമ്മോശൻ പറയും ഞാൻ ഉള്ളാൾക്ക് നേർച്ചയാക്കിയത് അതുകൊണ്ടാ. എല്ലാവരും അള്ളാനെ വിട്ടിട്ട് മറ്റുള്ളവർക്കൊക്കെ നേർച്ചയാക്കിയതുകൊണ്ടാണ് രണ്ടും രണ്ട് സ്ഥലത്തായി വേറിട്ടത് എന്ന കൗമിൻ്റെ വിശ്വാസം. എന്തൊരു നന്ദികേടെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഈ കഴിഞ്ഞ 10 മാസം ആ കുട്ടിയെ ഗർഭത്തിൽ വളർത്തുന്നതിൽ അല്ലാഹുവല്ലാത്ത ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കോ? നമുക്ക് സാധിക്കോ? ഡോക്ടർ പറഞ്ഞ B കോംപ്ലക്സ് ഗുളികയും ടോണിക്കും മരുന്നും മുക്കിടിയും ഒക്കെ കൊടുത്തു എന്ന് വിചാരിക്കുക നമുക്ക് ഇടപെടാൻ കഴിയുന്ന കാര്യമാണ്? അല്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കേണ്ട മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭത്തിൽ പോലും നന്ദി കേട് കാണിക്കുകയും അല്ലാഹു അല്ലാത്തവർക്ക് നന്ദി കാണിക്കുകയും ചെയ്യുന്നു. അവരെ ഒതുക്കം കൊണ്ടും അവരെ ഉദവി കൊണ്ടുമാണ് നമ്മൾ രക്ഷപ്പെടുന്നത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇത് ജനങ്ങളെ പഠിപ്പിച്ചാൽ പിന്നെ ജാറങ്ങൾക്ക് നിലനിൽപ്പില്ല, ദർഗകൾക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് അതിൻ്റെ പങ്ക് പറ്റികളായ ആളുകൾ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, എനിക്കൊച്ചല്ലാത്തോണ്ടാ, മൈക്കിൻ്റെ കുഴപ്പമില്ല, സ്ഥിരമായി പ്രസംഗിച്ചുകൊണ്ട് ശബ്ദം പോയി, പിന്നെ ചുമയുണ്ട് ഇന്നലെ മുതൽ. അപ്പം അതിനു വേണ്ടി പല വിദണ്ഡവാദങ്ങളും അവർ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ പറയുന്നൊരു വാദം എന്താണെന്നറിയോ? അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നതിന് ദുആ മസാജിദിൽ ഇല്ല എന്ന് പറഞ്ഞിടത്ത്
പള്ളികൾ അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹുവോടൊപ്പം മറ്റാരോടും ദുആ ചെയ്യരുത്. ഏത് വാക്കാ ഉപയോഗിച്ചത്? ഫലാ തദ്ഉ. അപ്പൊ അല്ലാത്തവർ പ്രാർത്ഥിക്കുന്ന ദുആ എന്നുള്ള വാക്ക് അല്ല ഉപയോഗിച്ചിട്ടില്ലേ? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ, അവിടെ ഉപയോഗിച്ച വാക്യതാ ദുആ എന്നാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, ദുആ എന്നുള്ള വാക്ക് ഉപയോഗിക്കൂല. അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒന്നും സൃഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞിടത്ത് ഉപയോഗിച്ച വാക്യതാ വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ എന്നാ. സൂറത്തുൽ ഫാത്തിറിൽ തദ്ഉഹു എന്നുള്ളതിന്റെ മേലെ ഉപയോഗിച്ച എന്താ? വല്ലദീന തദ്ഊന മിൻ ദൂനിഹി. അപ്പൊ സുഹൃത്തുക്കളെ, അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനും ദുആ എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവരിത് കൊണ്ടുവരുന്ന എന്തിനാറിയോ? അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നതിന് മാത്രമേ ദുആ എന്ന് പറയൂ. സൃഷ്ടികളോട് അപേക്ഷിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയില്ല. കണ്ടോ? എന്നിട്ട് പറയാണെന്ത്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുന്നത് ആർത്തവം സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെ അനുചിതമാണ്. എങ്ങനെയുണ്ട് ഉപമ? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുന്നത് ഹൈൽ സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെയാണ്. ഹൈൽ സാധാരണ സ്ത്രീകൾക്കല്ലേ ഉണ്ടാവുള്ളൂ, അത് പറയാണ്ടോ? അതുപോലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രമല്ല ഇതിനെ പ്രാർത്ഥന എന്ന് പറയുള്ളൂ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഇസ്തിഗാസന്നേ പറയുള്ളൂ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറയുള്ളൂ എന്ന് വരുത്തി തീർക്കാണ്. വാസ്തവത്തിൽ ആയത്ത് കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇത് തെളിയിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പം പറഞ്ഞെന്താ അറിയോ? ബാബു പോൾ എഴുതിയിട്ടുള്ള വേദശബ്ദ രത്നാകരം എന്നതിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ആരാ ബാബു പോള്? ക്രിസ്ത്യാനി. എന്തിനാ ബാബു പോള് വേദശബ്ദ രത്നാകരം ഇറക്കിയത്? ബൈബിളിലെ പദങ്ങൾക്ക് അർത്ഥം പറയാൻ. ബൈബിളിലെ പദങ്ങൾക്ക് അർത്ഥം പറയുന്ന ബുക്ക് നോക്കിയിട്ടാണോ ഖുർആനിലും ഹദീസിലും വന്ന ദുആക്ക് അർത്ഥം പറയാ? ഇതൊക്കെ വലിയ തെളിവായി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഖുർആനിൽ വന്ന ദുആ എന്ന പദത്തിന്റെ അർത്ഥം പറയാൻ അച്ചായന്റെ കിതാബ് തെളിവ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. IAS ബാബു പോളിന്റെ ഭാഷ അറിയാം, പക്ഷെ ഖുർആനിലെ ദുആന്റെ അർത്ഥം അറിയോ? എന്നിട്ട് അതിന് ഉദ്ധരിക്കാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ വളരെ ആസൂത്രിതമായി അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ കൊണ്ടുവരാനുള്ള കാരണം? എന്തിനാ ഇതൊക്കെ കൊണ്ടുവരുന്നത്? തലമുറയായി ഞങ്ങൾ നിലനിർത്തിപ്പോരുന്ന ഈ ഇസ്തിഗാസ അത് ഖുർആൻ വിരോധിച്ച ദുആ അല്ല. നിങ്ങൾ പറയുന്ന ശിർക്ക് അതിൽ വരുന്നില്ല, അത് തെറ്റിദ്ധരിപ്പിക്കുക. എന്നിട്ട് ഈ റാസിയുടെ ഒരു ഇബാറത്ത് സാധാരണ ഉദ്ധരിക്കൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. വഹഖീഖത്തു ദുആഇ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു ജല്ല ജലാലുഹു വൽ ഇനായ വസ്തിംദാഉഹു ഇയ്യാഹു അൽ മഊന. ദുആ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരടിമ തൻ്റെ ജല്ല ജലാലായ മഹാനായ അള്ളാഹുവിനോട് പരിഗണനയെ തേടലാണ്, അവനോട് സഹായത്തെ തേടലാണ്. അതാണ് ദുആ. അപ്പൊ അള്ളാഹിനോട് തേടുന്നതിന് എന്ത് പറയുള്ളൂ? ദുആ എന്ന് പറയുള്ളൂ. ബദരീങ്ങളോട് തേടിയ ദുആ ആകൂല, മമ്പർത്തങ്ങളോട് തേടിയ ദുആ ആകൂല. യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാം അംഗീകരിച്ച ദുആ എന്താണ് നിർവചിച്ചതാ. അള്ളാഹിനോടുള്ള ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോട് സഹായത്തെ തേടലാണ്, അള്ളാഹുവെ എന്നൊന്ന് പരിഗണിക്കണേ എന്ന് പറയലാണ്. കണ്ടോ? ഇത് വെച്ചിട്ട് പറയാണ് ഇപ്പം എന്ത്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഹൈദ് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെയാണ്. ആ ഉപമ തന്നെ തെറ്റാ. ഹൈൽ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് നിയന്ത്രണമില്ലാത്ത കാര്യമാണ്. അവൾ ഉദ്ദേശിക്കുമ്പോൾ വരും, അവൾ ഉദ്ദേശിക്കുമ്പോൾ നിൽക്കുകയും ചെയ്യൂല. ദ്വാ എങ്ങനെയാണോ? ദ്വാ ഒരു മനുഷ്യൻ സ്വതന്ത്രമായി അവൻ്റെ ഒരു അമലാണത്. അതൊരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല. ദ്വാനെ ഹൈലിനോട് ഉപമിക്കുന്നത് തന്നെ തെറ്റായ സംഗതിയാണ്. മനുഷ്യൻ്റെ സ്വതന്ത്ര പ്രവൃത്തിയാണൊന്ന്, ഒന്ന് സ്വാതന്ത്ര്യമില്ലാത്ത പ്രവൃത്തിയാണ്. അപ്പം അല്ലാത്തവരോട് പ്രാർത്ഥിക്കണതിനൊക്കെ വെറും വിളി എന്ന് പറഞ്ഞാൽ മതി, പ്രാർത്ഥന എന്ന് പറയേണ്ട. എങ്ങനെയുണ്ട്? ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആയത്തും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയേണ്ട ഒരു വാക്കെന്താണെന്നറിയോ? നബിമാരാരും പറഞ്ഞിട്ടില്ല അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. പക്ഷെ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ഇലാഹില്ല, അതുകൊണ്ട് എനിക്ക് ഇബാദത്ത് എടുക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഉണ്ടോ? ഇബാദത്ത് എടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തു പറഞ്ഞിട്ടില്ല? എന്നോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല, റസൂലും പഠിപ്പിച്ചിട്ടില്ല.
യഥാർത്ഥത്തിൽ ഇബാദത്തും ദുആയും തമ്മിലെ വ്യത്യാസം എന്താ വ്യത്യാസം? ഇബാദത്താകുന്ന ദുആ, ഇപ്പോൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അബൂജഹലിന് മനസ്സിലാകും പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന്. കാരണം പ്രാർത്ഥന ആരാധനയാണെന്ന് ആർക്കറിയാം? അബൂജഹലിന് ശരിക്കും അറിയാവുന്ന സംഗതിയാണ്. ഒരാളൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് പ്രാർത്ഥിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഞാൻ ഇന്ന ഒരു വസ്തുവിനെ ആരാധിക്കുന്നുണ്ട്, ഇന്നൊരു ശക്തി ആരാധിക്കുന്നുണ്ടെന്ന പ്രാർത്ഥിക്കൂലേ? ഏതിനെയാണോ ആരാധിക്കുന്നത് അതിനോട് പ്രാർത്ഥനയുണ്ടാകും, യാതൊരു സംശയമല്ല. എന്ന് മാത്രമല്ല, ഖുർആനിൻ്റെ വാക്കുകൾക്ക് അർത്ഥം പറയുന്ന ഇമാം റാഗിബിൻ്റെ അൽ മുഫ്രദാത്തിൽ കാണാം, വയുത്ലഖു ദുആഉ ഐലൻ അലൽ ഇബാദ. അദ്ദുആ എന്നത് ഇബാദത്തിനും പറയപ്പെടാറുണ്ട്. അപ്പൊ എന്നെ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ എന്നോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതുപോലെയാണ്. എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞാൽ എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. ദുആ ഇബാദത്താണ്, ഇബാദത്ത് ദുആയുമാണ് എന്നർത്ഥം. മനസ്സിലായില്ലേ? ദുആ ഇബാദത്താണ് എന്നതുപോലെ ഇബാദത്ത് ദുആയുമാണ്. അപ്പൊ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കണം എന്ന് പറഞ്ഞാൽ കേട്ടോൻ എന്ത് മനസ്സിലായി? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. കാരണം ഇബാദത്തിന്റെ ഒരു ഇനമാണെന്ത്? ദുആ. അത് അബൂജഹലും കൂട്ടർക്കൊക്കെ വേഗം മനസ്സിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുക, സൂറത്ത് നിസായിൽ ഒരു ആയത്തുണ്ട്, മലക്കുകളെ വിളിച്ചു തേടിയിരുന്ന സ്വഭാവം ആർക്കുണ്ടായിരുന്നു? ജാഹിലിയ്യ കാലത്തുണ്ട്. മലക്കുകൾ അള്ളാഹിന്റെ പെൺമക്കളാണെന്ന് വിശ്വാസം. ഈ യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസ വയദ്ഊന ഇല്ലാ ശൈത്വാനം മരീദാ. അവർ അള്ളാഹ്ക്ക് പുറമേ ചില പെണ്ണുങ്ങളെ അല്ലാതെ വിളിച്ചു തേടുന്നില്ല. ആരാ പെണ്ണുങ്ങള്? മലക്കുകൾ അള്ളാഹിന്റെ പെൺമക്കളാണെന്ന് അവർ വിചാരിച്ചിരുന്നത്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പള്ളി ദർശനമൊക്കെ മുമ്പ് ഓതിയിരുന്ന ഖാസിൻ എന്ന തഫ്സീറിൽ കാണാം, മാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഇല്ലാ ഇനാസൻ. അവർ അള്ളാഹ്ക്ക് പുറമേ ചില സ്ത്രീകളെ അല്ലാതെ ആരാധിക്കുന്നില്ല. അള്ളാഹ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്നാ തഫ്സീർ പറഞ്ഞെന്താ? ആരാധിക്കുന്നത്. അപ്പൊ പ്രാർത്ഥനയും ആരാധനയും ഒന്നാണ്. ലിഅന്ന കുല്ല മൻ അബദ ശൈഅൻ, കാരണം വല്ലതിനെയും ആരാധിക്കുന്നവരെല്ലാം ഫഖദ് ദആഹു ലിഹാജതിഹി, ആവശ്യം വരുമ്പോൾ തൻ്റെ ആരാധ്യനോട് പ്രാർത്ഥിക്കും. ഞാനതിനെ ആരാധിക്കും പക്ഷെ പ്രാർത്ഥിക്കാറില്ല. ആരെങ്കിലും അങ്ങനെ പറയോ? ആരാധ്യനോട് തന്നെയാണ് എന്തുണ്ടാകുന്നത്? പ്രാർത്ഥന ഉണ്ടാകുന്നത്. അപ്പൊ അതെല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നേ അമ്പിയാക്കൾ പറഞ്ഞിട്ടുള്ളൂ, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് അമ്പിയാക്കൾ പറഞ്ഞിട്ടില്ല. ആരാധിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ എന്ത് ഉൾപ്പെട്ടു? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നത് ഉൾപ്പെട്ടു എന്ന് മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പ്രാർത്ഥന എന്ന മലയാള വാക്ക് വെച്ചിട്ട് പല തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. പ്രാർത്ഥനക്ക് അപേക്ഷ എന്നർത്ഥമുണ്ട്, യാചന എന്നർത്ഥമുണ്ട്, ആഗ്രഹിച്ച് ചോദിക്കൽ എന്നർത്ഥമുണ്ട്. കോടതിയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹർജിക്ക് പ്രയർ എന്നാണ് പറയുക. ഇതൊക്കെ ആളുകളോട് പറയുന്നത് എന്തിനാണെന്നറിയോ? അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് മാത്രം അപേക്ഷിക്കുക എന്ന് വരൂലേ? അള്ളാഹിനോട് മാത്രം യാചിക്കുക എന്ന് വരൂലേ? ഇതൊക്കെയാണ്. ഇതൊന്നും അള്ളാഹിനോട് പറയാൻ പറ്റൂല, അള്ളാഹ്ക്ക് മാത്രം എന്ന് പറയാൻ പറ്റൂലല്ലോ. യാചന നമ്മൾ അല്ലാത്തോട് നടത്തണില്ലേ? ആഗ്രഹിച്ച് ചോദിക്കൽ അല്ലാത്തോടും ഇല്ലേ? അപേക്ഷ അല്ലാത്തോട് ചെയ്യുന്നില്ലേ? അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന നിങ്ങളുടെ വാദം തെറ്റാണ് എന്ന് പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രാർത്ഥന എന്ന വാക്ക് അപേക്ഷ എന്ന അർത്ഥത്തിൽ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എല്ലാ അപേക്ഷക്കും പ്രാർത്ഥന എന്ന് നമ്മൾ പറയലുണ്ടോ? ഇപ്പം ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ വിഷയം അവതരിപ്പിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന് എന്നോട് പറയാണ്. ശ്രോതാക്കളെല്ലാം ശ്രദ്ധിച്ചിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവിടെ പ്രാർത്ഥിക്കുന്നു എന്ന് ഉപയോഗിച്ചാലോ? പറ്റുമോ? സ്കൂളിൽ ചേർക്കാൻ പ്രിൻസിപ്പാളോട് പ്രാർത്ഥിക്കേണ്ടതാണ്, പ്രാർത്ഥനാ ഫോറം ഓഫീസിൽ നിന്ന് കിട്ടും, അങ്ങനെ പറയോ? പറയില്ല. എല്ലാവർക്കും അറിയാം അവിടെ അപേക്ഷ എന്ന് മാത്രമേ ഫിറ്റ് ആകുള്ളൂ, പ്രാർത്ഥന എന്നുള്ള ഫിറ്റ് ആകൂല. അപ്പൊ എല്ലാ അപേക്ഷക്കും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല? പ്രാർത്ഥന എന്ന് പറയാറില്ല. അതേ സമയത്ത് യേശുവിനോട് പ്രാർത്ഥിച്ചു, മുഹയ്യിദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവോട് പ്രാർത്ഥിച്ചു എന്നും പറയാറുണ്ട്. എല്ലാവരും പറയുന്ന വാക്കുകളാണത്, അല്ലേ? അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മലയാളത്തിൽ എന്തർത്ഥമുണ്ടാകട്ടെ, ദുആ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്കൊക്കെ മനസ്സിലാകുമല്ലോ.
അത് അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ, അത് അള്ളാഹു അല്ലാത്തവരോട് പാടില്ല. പണ്ടേ ചോദിക്കണ ഒരു ചോദ്യമാണ്, എല്ലാ വിളിയും ശിർക്കാണോ? എല്ലാ വിളിയും ശിർക്കാണോ? നിങ്ങൾ ഭാര്യയോട് പോയിട്ട് ഇത്തിരി കഞ്ഞി തരുമെന്ന് അത് ശിർക്കാണോ? നിങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ചായ തരുന്ന ശിർക്കാണോ? ചെരുപ്പ് കുത്തിയോട് എൻ്റെ ചെരുപ്പ് നന്നാക്കി തരണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണോ? എല്ലാ വിളിയും ശിർക്കാണോ? എല്ലാ വിളിയും പ്രാർത്ഥനയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പ്രാർത്ഥനയാകാത്ത എത്ര വിളികളുണ്ട്, അപേക്ഷകളുണ്ട്, ഇല്ലേ? കാര്യകാരണ ബന്ധങ്ങൾക്കുപരിയായി, പ്രാപഞ്ചിക നിയമങ്ങൾക്കുപരിയായി മനുഷ്യനെ സഹായിക്കാൻ കഴിവുള്ളവൻ എന്ന നിലക്ക് ആരോട് പ്രാർത്ഥിച്ചാലും അപേക്ഷിച്ചാലും സഹായം ചോദിച്ചാലും അതാണ് പ്രാർത്ഥന. ഇതൊക്കെ ഈ കാര്യകാരണ ബന്ധവും അഭൗതികതയും ഇതൊക്കെ വന്നതെന്തുകൊണ്ടാ? ഇവർ തശ്വീഷുണ്ടാക്കി. ഭാര്യയോട് കഞ്ഞി വെച്ചാൽ പ്രാർത്ഥനയാണോ? ചെരുപ്പുത്തിയോ ചെരുപ്പന്തത്തിലോ ദ്വായാണോ എന്ന് ചോദിച്ചപ്പോൾ എപ്പോഴാണ് ദ്വാ ആവുക എന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, മെഹറാജിൽ റസൂല് പോയപ്പോൾ, ഇസ്രാ മിറാജ് ഉണ്ടായല്ലോ, ബൈത്തുൽ മുഖദ്ദസിൽ പോയപ്പോൾ പൂർവ്വകാല നബിമാരൊക്കെ അവിടെ ഹാജരാക്കി, അവർക്ക് ഇമാമായി റസൂല് നിസ്കരിച്ചു. അപ്പം അള്ളാഹ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ. നിനക്ക് മുമ്പ് നാം അയച്ച ഈ റസൂലുകളോടൊക്കെ മുഹമ്മദെ ചോദിച്ചു നോക്ക്, നാം അവർക്ക് പരമകാരുണികനായ റബ്ബിന് പുറമെ റഹ്മാനു പുറമെ വല്ല ദൈവങ്ങളെയും ഏർപ്പെടുത്തി കൊടുത്തിരുന്നോ ഇവരോട് ചോദിച്ചു നോക്ക്. ഈ ആയത്ത് കൊട്ടപ്പുറത്ത് ഓതി അല്ലേ, വസ്അൽ മൻ അർസൽനാ. എന്താണ് വഹാബികൾ പറയുന്നത്? മരിച്ച നബിമാരോട് ചോദിക്കാൻ പാടില്ല. എന്നാ അല്ല പറയുന്നതോ മുഹമ്മദെ മരിച്ച നബിമാരോട് ചോദിച്ചോ. എന്നിട്ട് നബി ചോദിക്കുകയും ചെയ്ത്. അപ്പൊ വഹാബിയുടെ കണക്കിൽ ഇപ്പൊ നബി എന്ത് ചെയ്തു? ശിർക്ക് ചെയ്തു. എന്താ നമ്മൾ കൊടുത്ത മറുപടി? അവിടെ ദ്വാ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോകുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്നിട്ട് മൂസാ നബിയേ ഇബ്രാഹിം നബിയേ എന്ന് വിളിച്ചതാണോ? അല്ല. മരിച്ച നബിമാരെ പിന്നിൽ ഹാജരാക്കി കൊടുത്തു, നേർക്കുനേരെ മുഖാമുഖം കണ്ടപ്പോ ചോദിച്ചതാണ്. അതെന്തല്ല? അത് ദ്വാ അല്ല. ദ്വാ അല്ലെങ്കിൽ പിന്നെ ശിർക്കിന്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. ഇതാണ് നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ച ദ്വാ ആകുന്നതും കല്ല. ദാ എന്നുള്ള വാക്കിന് വിളിച്ചു നടത്തുക, കല്യാണത്തിന് വിളിച്ചു നടത്തുന്നതിന് ദാ എന്ന് ഉപയോഗിക്കുക. പ്രബോധനം നടത്തിയതിന് ദഅവത്ത് എന്ന് പറയുന്നത് അത് ദാ എന്നുള്ള വാക്ക് എന്നുള്ളതാ. അപ്പൊ അതൊന്നും യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന അർത്ഥത്തിലല്ല. പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള അത് ശിർക്കാണ്. അതേ സമയത്ത് മനുഷ്യർ പരസ്പരം പല സഹായങ്ങളും ചോദിക്കാറുണ്ട്, സഹായം തേടാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ സഹായിക്കണം. അതല്ല നമ്മളോട് കൽപ്പിച്ചതാണ്. അത് വലിയ കൂലിയുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളെ സഹായിച്ചാൽ അള്ളാഹു എന്നെ സഹായിക്കും, അല്ലേ? നിങ്ങൾ എന്നോട് സഹായിക്കൂ എന്നാവശ്യപ്പെട്ടിട്ട് കഴിവുണ്ടായിട്ടും ഞാൻ സഹായിച്ചില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാണ്. നല്ല കാര്യത്തിനാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. ചീത്ത കാര്യത്തിനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സഹായിക്കാൻ പാടില്ല. ഇതൊക്കെ എല്ലാവർക്കും പൊതുവെ അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ മനുഷ്യ കഴിവിൽപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ മനുഷ്യനോട് തന്നെ ചോദിക്കണം. അത് അള്ളാഹിനോട് ചോദിച്ചിട്ട് കാര്യമല്ല. ഇപ്പം നമുക്ക് കുറച്ച് ചോറ് കിട്ടണം, ചോറുള്ള സ്ഥലത്ത് പോകണം, എന്നിട്ട് ചോറ് തരുമെന്ന് പറയണം. അതല്ലാതെ പിന്നെ മലന്ന് കിടന്നിട്ട് പടച്ചോനെ എനിക്ക് ചോറ് കൊണ്ടാന്ന് പറഞ്ഞാൽ പടച്ചോൻ ചോറ് കൊണ്ടെന്ന് നേരെ തരൂല, നിങ്ങളെ വായിലിട്ട് തരൂല. അതിനുള്ള സബബുകളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 40 ഹദീസുകൾ എന്നൊരു ചെറിയ പുസ്തകമുണ്ട്. ആ പുസ്തകം കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇദാ സഅൽത ഫസ്അലില്ലാ, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് മാത്രം ചോദിക്കുക എന്ന ഹദീസിനെ വിവരിച്ചുകൊണ്ട് പറയുന്നിടത്ത് ഒരു തത്വം അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒരു തത്വമാണ്. അദ്ദേഹം പറയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാ എന്നത് ഇശാറത്തുൻ ഇലാ അന്നൽ അബ്ദ ലാ യംബഗി ലഹു അൻ യുഅല്ലിക സർറഹു ബിഗൈരില്ലാഹ് ബൽ യതവക്കലു അലൈഹി ഫീ സാഇരി ഉമൂരിഹി. ഒരു അടിമ അവൻ്റെ ഹൃദയത്തെ അള്ളാഹുമായി ബന്ധിപ്പിക്കണം, അവനിൽ തവക്കുലാക്കണം എല്ലാ കാര്യങ്ങളിലും. സുമ്മ ഇൻകാനത്തിൽ ഹാജത്തുല്ലത്തി യസ്അലുഹാ, ഇനി അവൻ ചോദിക്കുന്ന ആവശ്യം ലം തജിരിൽ ആദത്തു ബിജറയാനിഹ അലാ ഐദി ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരുന്ന കാര്യമല്ല ചോദിക്കുന്ന കാര്യം. സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരുന്ന കാര്യമല്ല ചോദിക്കണത്. ഏതുപോലെ ക തൊലബിൽ ഹിദായ, എന്നെ ഹിദായത്തിലാക്കണേ
എന്നെ നേർവഴിക്ക് നയിക്കണേ. അത് സിട്ടികൾക്ക് കഴിയുന്ന കാര്യമാണോ? സിട്ടികളെ കൈക്ക് നടക്കുന്ന കാര്യമാണോ? അല്ല. അതുപോലെ തന്നെ വൽ ഇൽമി വൽ ഫഹ്മി ഫിൽ ഖുർആനി വസുന്ന, എനിക്ക് ഖുർആനിലും ഹദീസിലും ഇൽമും ഫഹ്മും ഉണ്ടാക്കി തരണേ. അറിവും ഫഹ്മും അത് സിട്ടികൾക്ക് കഴിയുന്ന കാര്യമാണോ? കഴിയുന്ന കാര്യമാണ്. കുട്ടികൾക്ക് സഹായിക്കാൻ പറ്റും ഇൽമും ഫഹ്മും ഉണ്ടാക്കാൻ, പക്ഷെ ഉണ്ടാക്കി തരാൻ കഴിയോ? കഴിയില്ല. അതുപോലെ ശിഫായിൽ മർലി, രോഗം മാറ്റുക നമ്മളെ കൊണ്ട് കഴിയോ? നമുക്ക് മരുന്ന് കുടിച്ച് നോക്കാം, ഓപ്പറേഷൻ നടത്തി നോക്കാം, മാറിക്കൊള്ളണമെന്നില്ല. ഡോക്ടർക്കും ഗ്യാരണ്ടി വരാൻ പറ്റുമോ? ഇതൊന്ന് കുടിച്ച് നോക്കൂ, സുഖാവ് വിചാരിക്കുക എന്നേ. അപ്പം ഷിഫാഉൽ വല്ല അല്ലാഹു മാത്രം. വഹുസൂലിൽ ആഫിയത്തി മിൻ ബലാഇ ദുനിയ വഅദാബിൽ ആഖിറ, ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്നും ആഖിറത്തിലെ അദാബിൽ നിന്നും എനിക്ക് സുഖം നൽകണേ, രക്ഷ നൽകണേ. ഇത് സെട്ടികൾ കഴിയുന്ന കാര്യമാണോ? അപ്പം ഇതുപോലെ സെട്ടികളുടെ കൈക്ക് നടന്നു വരുന്ന സംഗതി അല്ല എങ്കിൽ അതാരോടാ ചോദിക്കേണ്ടത്? സഅല റബ്ബഹു ദാലിക, തൻ്റെ റബ്ബിനോട് ചോദിക്കണം. കണ്ടോ? അപ്പൊ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യമുണ്ട്. ഇനി കേട്ടോ, വഇൻകാനത്തിൽ ഹാജത്തുല്ലത്തി യസ്അലുഹാ ജറത്തിൽ ആദതു അലാ അന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല യുജ്രിഹാ അലാ ഐദി ഖൽഖിഹി, അവൻ ചോദിക്കുന്ന വിഷയം പൊതുവേ സൃഷ്ടികളുടെ കൈക്ക് അള്ളാഹു നടത്തി വരുന്ന കാര്യങ്ങളാണ്. ഏതുപോലെ കൽ ഹാജാത്തിൽ മുതഅല്ലിഖത്തി ബി അസ്ഹാബിൽ ഹിറഫി വസ്സനാഇഹി, ഫാക്ടറി മുതലാളികളുമായും തൊഴിലുടമകളുമായും ബന്ധപ്പെട്ട കാര്യം. എനിക്കിവിടെ ഒരു ജോലി തരണേ, എനിക്ക് ജോലിക്ക് വരാനൊരു കാറ് തരണേ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ ഉലാത്തിൽ ഉമൂരി, ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എൻ്റെ കടക്കൊരു ലൈസൻസ് തരണേ, എൻ്റെ ലൈസൻസ് ഒന്ന് പുതുക്കി തരണേ, എങ്ങനെയുള്ള കാര്യമാണെങ്കിലോ യസ്അലുല്ലാഹ തആല അൻ യഅതിഫ അലൈഹി ഖുലൂബഹും, അത് ചോദിക്കേണ്ട ആളോട് നിങ്ങൾ ചോദിക്കണം. അതോടൊപ്പം അയാൾക്ക് മനസ്സിൽ കനിവുണ്ടാകാൻ പടച്ചവനോടും ചോദിക്കണം. രാവിലെ എണീച്ചിട്ട് 500 റിയാൽ കടം വേണം. അപ്പം അപ്പുറത്തോനോട് പോയി കടം ചോദിക്കാൻ പോവുക. അപ്പം നമ്മളെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടാവും, പഠിച്ചോനെ മുഹമ്മദ് കുട്ടിക്ക് 500 തരാനുള്ള ഒരു മനസ്സ് കൊടുക്കണേ, എന്നോടൊരു കനിവ് അവനോട് തോന്നിക്കണേ റബ്ബേ. ചോദിക്കേണ്ടത് ആരോടാ? മൈമൂട്ടിനോടാണ്. ബെല്ലടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് അപ്പോഴൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും, എൻ്റെ ഒരു കഴിവ്, എൻ്റെ പ്രയാസം അറിഞ്ഞാൽ മതിയായിരുന്നു, എൻ്റെ ഗൗരവം മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ പടച്ചോനോട് ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്, പടപ്പുകളോട് ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ 2 കാര്യമുണ്ട് എന്നുള്ളത് തന്നെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. ഹൊസങ്കടിയിൽ നടന്ന സംവാദം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, പേരോട് മുസ്ലിയായിട്ട് അല്ലേ? അന്നത്തെ ചോദ്യം എന്താണെന്നറിയോ? അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുമോ എന്ന് നമ്മളൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? അള്ളാഹിനോട് ചോദിക്കണ എല്ലാ കാര്യവും റസൂലിനോടോ മറ്റ് സൃഷ്ടികളോടോ ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്തായി? അള്ളാഹിനെ പോലെ തന്നെ ആയാല് സൃഷ്ടികളും. പറ്റൂല എന്ന് പറഞ്ഞാലോ അതന്നെ നമ്മളെ തർക്ക വിഷയം. അള്ളാഹിനോട് ചോദിക്കണം, അള്ളാഹിനോട് തന്നെ ചോദിക്കണം. അപ്പം അതിന് ഉത്തരം 2 പറഞ്ഞാലും കുടുങ്ങും. അപ്പം എന്താ പറഞ്ഞതെന്നറിയോ? ഉത്തരം പറയാതെ ഞങ്ങളെല്ലാ കാര്യം അള്ളാഹിനോടാ ചോദിക്കല്. അതാണ് നിങ്ങൾ ആരോടാ ചോദിക്കല് എന്നാണ് നമ്മളെ ചോദ്യം. നമ്മുടെ ചോദ്യം എന്താ? അള്ളാഹിനോട് ചോദിക്കണ എല്ലാ കാര്യവും പടപ്പുകളോട് ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നാണ്. പിന്നെ മൂപ്പര് കടന്നു പറഞ്ഞു, അങ്ങനെ ആരങ്ങനെ 2 കാര്യം ഉണ്ടാക്കിയത്? അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം, പടപ്പുകളോട് ചോദിക്കേണ്ട കാര്യം. എന്നാൽ എൻ്റെ ലിസ്റ്റ് ഒന്നും ഇങ്ങ് തരും. അതൊക്കെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ ഉത്തരം പറഞ്ഞില്ല. അപ്പം നിങ്ങൾ ഷുഗർ ബാധിച്ചിട്ട് ഡോക്ടറോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഡോക്ടറെ എല്ലാവരും കഴിക്കണ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാനെല്ലാം കഴിക്കാറുണ്ട്. അതാണോ ഡോക്ടർ മറുപടി? ഞാനെല്ലാം കഴിക്കാറുണ്ട് എന്നാണോ ഡോക്ടർ മറുപടി? അതുകൊണ്ട് നമുക്ക് കാര്യമുണ്ടോ? എല്ലാവരും കഴിക്കണതൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്നാണ് പ്രമേഹ രോഗിയുടെ ചോദ്യം. അതുപോലെ ഒഴിഞ്ഞു മാറുകയാണ് സുഹൃത്തുക്കളെ അവർ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്ക്, അള്ളാഹു നമ്മളെ സഹായിക്കുന്നത് 2 രൂപത്തിലാണ്. ഒന്ന്, കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ദുനിയാവിൽ പല കാര്യങ്ങളും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്, അതിലൂടെ നമ്മളെ സഹായിക്കും. പിന്നെ കാര്യകാരണ ബന്ധങ്ങൾക്കൊക്കെ ഉപരിയായി അള്ളാഹു നമ്മളെ സഹായിക്കും. ഈ 2 നിലക്കുള്ള സഹായം നമുക്ക് കിട്ടുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് അൻഫാലിലെ 63-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. 62-63 ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. മുഹമ്മദ് നബിയോട് പറയാണ്, അള്ളാഹുവാണ് നിങ്ങളെ സഹായിച്ചത്, ശക്തിപ്പെടുത്തിയത്. ബിനസ്രിഹി, അവൻ്റെ സഹായം കൊണ്ടും, വബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൊണ്ടും. അപ്പം അള്ളാഹിൻ്റെ സഹായം കൊണ്ടും മുഅ്മിനീങ്ങളെ കൊണ്ടും അള്ളാഹു നബിയെ നിങ്ങളെ ശക്തിപ്പെടുത്തി.
ഈ ആയത്ത് ചർച്ച ചെയ്തിട്ട് റാസി പറയാണ് ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ മുഅ്മിനീങ്ങളെ കൊണ്ടെന്ന് പറയേണ്ട കാര്യം എന്താ? പടച്ചോന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പിന്നെ മുഅ്മിനീങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. മൂപ്പര് ചോദ്യം ഇട്ട് തരിക. എന്നിട്ട് മൂപ്പരിന് ഉത്തരം പറയാണ് ഖുൽന. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ മറുപടി പറയും, അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ്. ശക്തിപ്പെടുത്തലും സഹായിക്കലും അള്ളാഹിൻ്റെ അടുത്ത് നിന്നല്ലാതെ ഉണ്ടാവൂല. പക്ഷേ ലാകിന്നഹു അലാ ഖിസ്മൈൻ, പടച്ചോന്റെ സഹായം പടച്ചോന്റെ ശക്തിപ്പെടുത്തൽ രണ്ട് രൂപത്തിലുണ്ട്. അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദ. കണ്ടോ, അറിയപ്പെട്ട നമുക്ക് പരിചയമുള്ള കാര്യകാരണ ബന്ധങ്ങളുടെ മാധ്യസ്ഥമില്ലാതെ ഉണ്ടാകുന്നത്. നമ്മൾക്ക് കാര്യകാരണ ബന്ധങ്ങൾ അടിസ്ഥാനത്തിൽ കിട്ടുന്ന സഹായമല്ല, അതിനൊക്കെ അപ്പുറമായിട്ട് പടച്ചോന്റെ അടുത്ത് നേരിട്ട് കിട്ടുന്ന സഹായം. വസാനി മാ യഹ്സുലു ബി വാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദ, കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന സഹായം, അതാണ് രണ്ടാമത്തെ സഹായം. ഫൽ അവ്വലു ഹുവൽ മുറാദു മിൻ ഖൗലിക അയ്യദക ബിനസ്രിഹി. അല്ലാഹു അവന്റെ സഹായം കൊണ്ട് നബിയെ നിങ്ങളെ ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള സഹായമാണ്. എന്നാൽ വസാനി ഹുവൽ മുറാദു മിൻ ഖൗലിഹി ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൊണ്ട് ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞാലോ അത് അല്ലാഹ് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന സഹായമാണ്. അപ്പോൾ അവിടെ ആരാ നമുക്ക് സഹായത്തിന്? മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങൾ മുഖേന അല്ലാഹ് നമ്മൾ സഹായിക്കുകയാണ്. അപ്പൊ പലതു മുഖേനയും പലർ മുഖേനയും അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യും? സഹായിക്കും. അപ്പൊ നേർക്കുനേരെ നമുക്ക് എങ്ങനെയാ സഹായം കിട്ടിയത് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത സഹായവും നമുക്ക് കിട്ടും. വമ്പിച്ച വയറുവേദന, ഒരു ഡോക്ടറെ കാണാൻ പോകാനൊന്നും നിവൃത്തിയില്ല, റൂമിലുള്ളവരൊക്കെ കിടന്നുറങ്ങുക, പ്രവാസികളാണ്, കാക്കിയും ഉമ്മാമിയെന്നല്ല വിളിച്ചാലും എന്താ കിടന്നവിടെ നാളെ ജോലിക്കൊണ്ട് കാൽപ്പുറന്ന് കുടിച്ചു കഴിയും എന്ന് പറയും. അപ്പം നല്ലോണം പ്രാർത്ഥിച്ച് സംസമ്പളൊക്കെ കുടിച്ച് നല്ലോണം ദ്വാ ചെയ്തു. നേരം വെളുക്കുമ്പോൾ പറ്റ മാറി. എന്താ അവിടെ നടന്നത് അറിയോ? ആർക്കും അറിയില്ല. അത് അള്ളാഹിൻ്റെ സഹായ. ഒരു കാര്യകാരണ ബന്ധങ്ങളും നമുക്കവിടെ മനസ്സിലാവില്ല. ഇങ്ങനെ നമുക്ക് കാര്യകാരണ ബന്ധങ്ങൾ മനസ്സിലാകാത്ത നേരിട്ടുള്ള സഹായം കാര്യകാരണ ബന്ധങ്ങളിലൂടെ സഹായിക്കും. പടച്ചോനെ എന്നെ സഹായിക്കണം റബ്ബേ, ഞാൻ ബുദ്ധിമുട്ടിയല്ലോ. അപ്പോഴത്തെ ഒരുത്തം വൈകി വരിക, വന്ന് റൂം മുട്ടി തുറന്നു, എന്താണ് എനിക്ക് സുഖമല്ല എന്നാ വേറെ അങ്ങനെ കൊണ്ടുപോയി വണ്ടി കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് അപ്പം സുഖമായി അവന്. അപ്പം അള്ളാഹ് കാര്യകാരണ ബന്ധത്തിലൂടെ സഹായിച്ചതാ. ഇങ്ങനെ രണ്ട് നിലക്കുള്ള സഹായങ്ങളും ഈ ദുനിയാവിൽ നമുക്കുണ്ടാകും എന്ന് റാസി അവിടെ എടുത്തു പറയാണ്. അപ്പം കാര്യം രണ്ട് തരം ഉണ്ടെങ്കിൽ ചോദ്യം രണ്ട് തരം ഉണ്ടാവുമല്ലോ. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടതുണ്ടാകും, അത് അള്ളാഹിനോട് തന്നെ ചോദിക്കണം. മനുഷ്യരോട് ചോദിക്കേണ്ടതുണ്ടാകും, അത് മനുഷ്യരോട് തന്നെ ചോദിക്കണം. അപ്പം നിസ്കാരത്തിൽ നമ്മൾ ചോദിക്കണ കാര്യം അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം നിസ്കാരത്തിൽ ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അത് പ്രാർത്ഥന നിസ്കാരത്തിൽ എന്തൊക്കെ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നിടത്ത് ഹനഫി മദ്ഹബിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, യജൂസു ദുആഉ ബിമാ ലാ യുത്ലബു ഇല്ലാ മിനല്ലാഹ്. അള്ളാഹുവോടല്ലാതെ മറ്റാരോടും തേടാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നിസ്കാരത്തിൽ ചോദിക്കൽ ജായിസാണ്. വഅമ്മാ ഇദാ ദഅാ ബിമാ യുംകിൻ യുത്ലബു മിനൽ ആദമീൻ, മനുഷ്യന്മാരോട് ചോദിക്കൽ സാധ്യതയുള്ള കാര്യം ചോദിച്ചാലോ നിസ്കാരത്തിൽ പറ്റുമോ? അത് ബത്തലത്ത് സ്വലാത്തുഹു, നിസ്കാരം തന്നെ ബാത്തിലാകും എന്ന് പറഞ്ഞു. അപ്പം രണ്ടു തരം ചോദ്യം ഉണ്ടെന്ന് വന്നില്ലേ, രണ്ടു തരം സഹായം ഉണ്ടെന്ന് വന്നില്ലേ? ഇത് മറച്ചു പിടിച്ചിട്ടാണ് ഇപ്പം പറയണത്. അള്ളാഹിനോട് ചോദിക്കേണ്ട ചില കാര്യങ്ങൾ അള്ളാഹിനോട്, ചില കാര്യങ്ങൾ സൃഷ്ടികളോട്, അത് നിങ്ങളുണ്ടാക്കിയതാണ്, അങ്ങനെ ഒരു വ്യത്യാസമല്ല എന്ന് പറയും. അങ്ങനെയാണോ? എല്ലാ കാര്യം നമ്മൾ അള്ളാഹിനോടാ ചോദിക്കൽ? അല്ല. ഇതിങ്ങനെ വിഭജനം ഇസ്ലാമിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, വേറൊരു വിഷയം. ഇപ്പം നമ്മൾ ദ്വാരക്കാന്ന് പറഞ്ഞാൽ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് മലയാളത്തിൽ അർത്ഥം പറയും. അപ്പം ഇപ്പം അടുത്തൊരു വെല്ലുവിളി കേൾക്കാനിടയായി. അതെന്തറിയോ? ഒന്നുകിൽ വിളിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു. എവിടുന്ന് കിട്ടിങ്ങി വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന്? വലിയ വെല്ലുവിളിയാണ്. എന്നിട്ട് തെളിയിക്കാൻ വലിയ അവാർഡോ മറ്റൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇനാമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെ അങ്ങനെ വന്നു? സാധാരണക്കാരൻ സാധാരണ വിളിച്ചിട്ട് തന്നെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കല്, അല്ലേ? അല്ലാ യാ റഹ്മാൻ, അതൊരു വിളിയല്ലേ? എന്നാ പ്രാർത്ഥനയാണ്, വിളിച്ചിട്ടാ പ്രാർത്ഥിക്കണേ. എന്നാ വിളിക്കാതെയും പ്രാർത്ഥിച്ചൂടെ? മനസ്സെന്ന് പ്രാർത്ഥിക്കണു, അല്ലേ? ഒരാൾ ജാർത്തൊക്കെ ചെന്നിട്ട് രക്ഷിക്കണം എന്നാണ്. അപ്പൊ വിളിക്കാതെയും പ്രാർത്ഥിച്ചുകൂടെ?
പ്രാർത്ഥിക്കാം. പൊതുവെ മനുഷ്യന്മാരെങ്ങനെയാണ് പ്രാർത്ഥിക്കല്? വിളിച്ചിട്ടാ പ്രാർത്ഥിക്കല്. എന്താ അങ്ങനെ വരാൻ കാരണം? ഈ വിളി എന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിളിക്കുക എന്നതിന് ഇപ്പം അറബിയിൽ എന്താ പറയുക? നാദ, ദാ രണ്ടും പറയാം. ഈ നാദാന്നും ദാന്നും സാധാരണ വിളിക്കും പറയും, പ്രാർത്ഥനക്കും പറയും. നോഹ് നബി മകനോട് കപ്പൽ കയറാൻ പറഞ്ഞു. അവിടെ ഖുർആൻ ഉപയോഗിച്ച വാക്ക് എന്താ അറിയോ? വനാദാ നോഹ് നിബിനവു. നോഹ് നബി തൻ്റെ മകനെ വിളിച്ചു, മോനെ ഈ കപ്പൽ കയറിക്കോ. അപ്പം മോൻ എന്താ അറിഞ്ഞ്? ഞാൻ ആ മലമൽക്ക് നീന്തി എത്തിക്കോളാം. മോൻ മറ്റേതാ സാധനം ഗാഫറ. അപ്പം മോൻ മരിക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങി ചാകുമ്പോൾ നോഹ് നബിക്ക് സങ്കടം, മോൻ മരിക്കുകയാണല്ലോ. അപ്പം അദ്ദേഹം അള്ളാനെ വിളിച്ചു. വനാദാ നോഹ് റബ്ബഹു. നോഹ് നബി തൻ്റെ റബ്ബിനെ വിളിച്ചു. അപ്പം രണ്ട് സ്ഥലത്ത് ഉപയോഗിച്ച വാക്യതാ നാദാന്നാ ഉപയോഗിച്ച്. സക്കരിയ നബി തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിടത്ത് എന്താ ഉപയോഗിച്ച് വാക്ക്? ഇതിനാദാ റബ്ബഹു നിദാൻ ഖഫിയ. അപ്പം ഈ നാദ എന്നുള്ള വാക്ക്, വിളിച്ചു എന്നുള്ള വാക്ക് പൊതുവെ ഉപയോഗിക്കുന്ന എന്തിനാണ്? സാധാരണ വിളിക്ക് ഉപയോഗിക്കും. അത് ചിലപ്പോൾ എന്തിനുപയോഗിക്കും? പ്രാർത്ഥനക്ക് ഉപയോഗിക്കും. ഇതുകൊണ്ടാണ് അർത്ഥം പറയുമ്പോൾ എന്ത് പറയണത്? വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. അതുപോലെ ദഅ എന്നുള്ള വാക്കും അങ്ങനെ തന്നെയാണ്. അള്ളാഹു നിങ്ങളെ ഒരു വിളി വിളിച്ചാൽ നിങ്ങളെല്ലാവരും ഖബറിൽ നിന്ന് എണീറ്റ് പുറത്തു വരും. അത് പ്രാർത്ഥനയാണോ? അള്ളാഹ് നമ്മളോട് പ്രാർത്ഥിക്കുകയാണോ? അല്ല. അതേ സമയത്ത് ഉജീബ് ദഅവത ദാഇ ഇദാ ദഅാനി, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഓൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്നും വിശുദ്ധ ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിളിക്കുക എന്ന അർത്ഥത്തിലുള്ള ദുആ, നിദാ എന്ന വാക്ക് അത് തന്നെ പല പ്രാർത്ഥനക്കും ഉപയോഗിക്കും. അപ്പം അത് രണ്ടും കൂട്ടിയിട്ട് മലയാളികൾ എന്താർത്ഥം പറഞ്ഞു? വിളിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് കേരളത്തിൽ ഇറങ്ങിയ എല്ലാ ഖുർആൻ പരിഭാഷ എടുത്ത് നോക്കിയാലും, നമ്മളിറക്കിയതല്ല, നമ്മളല്ലാത്ത ആളുകൾ ഇറക്കിയെടുത്ത് നോക്കിയാലും അതിലൊക്കെ ദുആക്ക് എന്താർത്ഥം പറഞ്ഞിട്ടുണ്ടാവും? വിളിച്ചു പ്രാർത്ഥിച്ചു എന്നർത്ഥം പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ പോയിട്ട് എഴുതിച്ചല്ല. ഈ ഒരു പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ആളുകൾ എഴുതിപ്പോയതാണ്. അങ്ങനെ തന്നെയാണ് എല്ലാവരും ഉള്ളത്. പിന്നെ വിളിക്കാതെയും പ്രാർത്ഥിച്ചൂടെ എന്ന് ചോദിച്ചാൽ ശരിയാണ്. ഇപ്പോൾ ബദരീങ്ങളേന്ന് വിളിച്ചിട്ടാ സാധാരണ പ്രാർത്ഥിക്കല്. അപ്പോൾ ആ മനസ്സിന് സമാധാനം കിട്ടുക ആളുകൾക്ക്, അല്ലേ? ഒരാളെന്നും വിളിച്ചാൽ സമാധാനം കിട്ടില്ല. അപ്പോൾ ഒരുപാട് ആൾ വിളിക്കും, ബദരീങ്ങളെ, വമ്പർദങ്ങളെ, ഹോജാക്കന്മാരെ, ഔലിയാക്കന്മാരെ എന്നൊക്കെപ്പോടെ വിളിക്കും പ്രയാസം വരുമ്പോൾ. എന്നാൽ അള്ളാഹു പറഞ്ഞ എന്താ? നമ്മളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തന്നെയാണ്. പടച്ചോനെ വിളിക്കണം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. പലോലും പേര് വിളിച്ച് പ്രാർത്ഥിക്കല്ല വേണ്ടത്. അള്ളാഹുവിന് അത്യുത്തമ നാമങ്ങളുണ്ട്, അത് വെച്ച് പ്രാർത്ഥിച്ചോളൂന്നാ. ഇപ്പം നിങ്ങൾക്ക് ഒരു പേര് പറഞ്ഞിട്ട് സമാധാനം കിട്ടില്ല. അള്ളാഹിൻ്റെ ഒരുപാട് പേരുകൾ പറഞ്ഞോളിയും. യാ അല്ലാ, യാ റഹ്മാൻ, യാ ഗഫൂർ, യാ ഗഫാർ, യാ തവ്വാബ്, യാ ഫത്താഹ്, യാ ഖഹാർ, യാ ബസീർ, യാ സമീഅ്, യാ അലീം ഒക്കെ വിളിച്ചോ. പക്ഷെ അള്ളാഹ് അല്ലാത്തവരെന്ത് ചെയ്യരുത്? വിളിക്കാൻ പാടില്ല, വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഈ തത്വം ജനങ്ങളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇപ്പം ചില ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? ഇതൊക്കെ പറയുന്നത് എന്തിനാ വെച്ചാൽ പ്രാർത്ഥന എന്ന അർത്ഥം പറയണ ആയത്തിനൊക്കെ വെറും വിളിന്ന് അർത്ഥം പറയണം. അതിനപ്പം ഈ കളിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാന്ന് അർത്ഥം പറയുന്ന ആയത്തുകളില്ലേ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അവിടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് വെറും വിളിന്ന് അർത്ഥം പറയണം, എന്നിട്ട് അട്ടിമറിക്കണം. അതിനുവേണ്ടി അതൊക്കെ കൊണ്ടുവരുന്നത് സാധാരണ വിളിയാണെന്നാ. ഇപ്പൊ കുത്തുബിയത്തിന്റെ മുമ്പ് ഒരു വിളിയുണ്ട്, അല്ലേ? എത്ര വട്ടം വിളിക്കല്? 1000 വട്ടം. ആരെ? മൊയ്യദ്ദീൻ ശേഖനെ. എന്തിനാ വിളിക്കണത്? കുത്തുബിയത്തിന് നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് അടിക്കാൻ കഴിയുന്നാണോ? അതിനാണോ മൊയ്യദ്ദീൻ ശേഖിനെ വിളിക്കുന്നത്? അല്ല, അതടിക്കാൻ മൗലവിമാർ ഇവിടെ വന്നിട്ടുണ്ട്, കുത്തുബിയത്ത് ചെല്ലുന്നവരുണ്ട്. പിന്നെ നമുക്ക് ജീലാനി തരീഖത്തിൽ മെമ്പർഷിപ്പ് വേണം. അതിന് ഓർവിടെ ഹാജറായിട്ട് നമുക്ക് സിൽസിലയിൽ അംഗമാക്കണം നമ്മളെ. അതിനുവേണ്ടിയാണ് വിളിക്കണത്. ആ വിളി എന്താ? സാധാരണ വിളിയാണോ? അല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചു പോയ മൊയ്യദ്ദീൻ ശേഖിനെ, അങ്ങ് ഇറാഖിലുള്ള മൊയ്യദ്ദീൻ ശേഖിനെ ഇവിടെ കേരളത്തിൽ ഹാജറാക്കണം. അതിനുള്ള വിളിയാ. അത് പ്രാർത്ഥനയാണോ? അല്ലേ? ശരിയായ പ്രാർത്ഥനയാണ്. ഖാത്തല ആ ബെയ്ത്ത് തന്നെ എന്താ പറഞ്ഞത്? കായൽ പട്ടണത്തുകാരൻ സദക്കത്തുണ്ടാക്കിയ കുത്തുബിയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? വമയ്യുനാദിസുമി അൽഫം ബി ഖൽവതിഹി അസ്മം ബി ഹിമ്മതിഹി സർമൻ ലി ഗഫവതിഹി.
ആരെങ്കിലും എൻ്റെ പേര് 1000 പ്രാവശ്യം ഒറ്റക്കിരുന്ന് വിളിച്ചാൽ അസ്മം ബി ഹിമ്മത്തിഹി, അവൻ്റെ മനസ്സിലുള്ള വിചാരങ്ങൾ ഉറപ്പിച്ചുകൊണ്ട്, സർമല്ലി ഗഫ്വത്തിഹി, അവൻ്റെ തൂക്കിയുറക്കം ഒഴിവാക്കിക്കൊണ്ട്, ഉറക്കമൊഴിച്ചിട്ട് വിളിക്കണം, നിയ്യത്തൊക്കെ മനസ്സിൽ വെച്ചിട്ട് വിളിക്കണം. എന്നാൽ അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി, അവൻ്റെ ആ ദഅവത്ത്, ആ ദുആ കാരണമായി ഞാൻ അവന് പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്നതാണ്. അപ്പോൾ സാധാരണ വിളിയാണോ? അല്ല, ഉത്തരം കിട്ടാൻ വേണ്ടിയുള്ള ദുആണത്. അതൊക്കെ സാധാരണ വിളിയാക്കണം. അതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സാധാരണ വിളിയാക്കിയാൽ പിന്നെ അവിടെ പ്രാർത്ഥന ഉണ്ടോ അല്ലല്ലാത്തവരോട്? ഇല്ലല്ലോ. ബദരീങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞെന്താണെന്നറിയോ? നമ്മളിപ്പോൾ വീഴാൻ പോകുമ്പോൾ, ഖത്തറിന്ന് വീഴാൻ പോണേ എൻ്റെ അമ്മോന്ന് പറയും, എൻ്റെ അപ്പോന്ന് പറയും, അല്ലെ മുസ്ലിം എൻ്റെ അച്ചോന്ന് പറയും, എൻ്റെ അമ്മച്ചേന്ന് പറയും. അതുപോലെയാണോ ബദരീങ്ങളെന്ന് വിളിക്കണത്? അങ്ങനെ പറയുന്നവനുണ്ട് ഇപ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എൻ്റെ ഉമ്മോന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? നാട്ടിലുള്ള ഉമ്മ ആ വിളി കേട്ടിട്ട് ഓടി വന്ന് സഹായിക്കും എന്ന നിലക്കാണോ? അല്ല, അത് ചെറുപ്പത്തിലൊരു ശീല. എന്തുണ്ടെങ്കിലും ഉമ്മാനെ വിളിക്കാന്ന്, ആ മനസ്സമാധാനം കിട്ടും. ഓ എൻ്റെ മോ കാല് വേനിക്ക് എൻ്റെ മോന്ന് പറയും. ഉമ്മ ഒന്ന് സഹായിച്ചിട്ടാ ഉമ്മ കേൾക്കുകയാണ്, എന്താണ് മോനെ കാലിൽ നിന്നിട്ട് ഉമ്മ ഒന്ന് തടവിത്തരും. ഖത്തറിന്ന് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വീട്ടിൽ നിന്ന് അപ്പുറത്തെ റൂമിൽ ഉമ്മാക്ക് സുഖല്ല ഇരിക്കുകയാണെങ്കിൽ ഉമ്മ വരും. അപ്പൊ എൻ്റെ മോന്ന് വിളിക്കുന്നത് പോലെയാണ് ബദരീങ്ങളെ എന്ന് വിളിക്കണത് എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ അവിടെ തർക്കമുണ്ടോ? അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ചത് മൊയ്തീൻ ശൈഖ് ഉമ്മ കേൾക്കുവോ? കേൾക്കൂല. ഉമ്മ അറിയോ? അറിയില്ല. ഉമ്മ വന്ന് സഹായിക്കുവോ? സഹായിക്കൂല. അങ്ങനെയാണോ മൊയ്തീൻ ശൈഖിനെ വിളിക്കണത്? മൊയ്തീൻ ശൈഖെ രക്ഷിക്കാൻ എന്താ? മൂപ്പര് കേൾക്കുവോ? കേൾക്കൂല. മൂപ്പര് അറിയോ? അറിയില്ല. സഹായിക്കോ? സഹായിക്കും. വെറും വിളി. അവിടെ വാദപ്രതിരോധം ഉണ്ടാവുമോ? എന്നാ പിന്നെ വാദപ്രതിരോധം നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇതല്ല. പിന്നെ വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. എവിടുന്ന് നിങ്ങൾ വിളിച്ചാലും വായ കൂടുന്ന യാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുമ്പോഴത്തെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യുന്ന വിശ്വാസം മാത്രല്ല, എന്നെ പീഡിച്ചവർ ഇടറുന്ന നേരത്ത് എപ്പോഴും അവർ കൈ പീഡിപ്പൻ ഞാൻ എന്നോവർ. എന്നെ പിടിച്ചവർ തന്നെ എൻ്റെ തരീഖത്തിൽ ചേർന്നവര് ഇടറുന്ന നേരത്ത് തന്നെ വിളിച്ചാൽ കൈ പിടിച്ച് രക്ഷിക്കും. അപ്പൊ വിളിച്ചാൽ കേൾക്കുവോ? കേൾക്കും. ഓർക്കതിന് അള്ള കൈവ് കൊടുത്തിട്ടുണ്ട്. സഹായിക്കുവോ? പിന്നെ കൈ പിടിച്ച് സഹായിക്കുന്നാ പറഞ്ഞത്. ഈ വിശ്വാസത്തിലാ വിളിക്കണത്. അപ്പൊ എൻ്റെ അമ്മോന്ന് വിളിക്കണത് പോലെയാണോ അത്? ആണോ? അങ്ങനെ സഹായിക്കാൻ അള്ളാഹു മരിച്ചവരെ ഏൽപ്പിച്ചിട്ടുണ്ടോ? മരിച്ചവർക്ക് അങ്ങനെ വിളി കേൾക്കാൻ കഴിയോ? കഴിയൂല. ഉത്തരം ചെയ്യാൻ കഴിയോ? കഴിയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ജീലാനിയെ പറ്റിയൊക്കെ ആളുകൾ വിശ്വസിക്കണം. എന്താ ജീലാൻ സപ്ലിമെന്റിലുള്ളത്? എന്താ? അള്ള കാണുന്ന പോലെ കാണും, അള്ള കേൾക്കുന്ന പോലെ കേൾക്കും. വാദപ്രതിവാദത്തിൽ വ്യവസ്ഥ ചെയ്താൽ എന്താ? മുഹിയദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ കൊണ്ടുള്ള ഇസ്തിഗാഥ അത് ജായിസാകുന്നു. സുന്നി വിഭാഗം അത് ശിർക്കാകുന്നു, മുജാഹിദ് വിഭാഗം. ഇങ്ങനല്ലേ ഇതില്? അപ്പൊ അതാ ഇവിടുത്തെ തർക്കം. അല്ലാതെ എൻ്റെ അമ്മോന്ന് വിളിക്കണ ഇവിടെ തർക്കല്ല, എൻ്റെ അപ്പോന്ന് വിളിക്കണ തർക്കല്ല. അപ്പൊ തർക്കമില്ലാത്ത വിഷയങ്ങളെ കൊണ്ടുവന്നിട്ട് അതിവിടെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര പുസ്തകങ്ങളാ കേരളത്തിൽ ഇറങ്ങിയെന്ന് ഈ ശിർക്കിനെ ന്യായീകരിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടത്. എത്ര പുസ്തകങ്ങൾ ഇറങ്ങി. ആ പുസ്തകങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്താ? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അതിവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഹദീസുകളും ഒരുപാട് ആയത്തുകളും സുഹൃത്തുക്കളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കുള്ള വഴി എന്താണെന്നറിയങ്ങൾ? എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ആളുകൾ സംഭവിച്ചത്? ഇസ്ലാമിലെ തൗഹീദ് അവർ പഠിച്ചിട്ടില്ല. ഇസ്ലാമിലെ തൗഹീദ് എന്താണെന്ന് പഠിക്കണമെങ്കിൽ റസൂല് വരുമ്പോഴുള്ള ഖൗമിൻ്റെ വിശ്വാസം എന്താണ്, ജാഹിലിയ കാലത്തെ ഖൗമിൻ്റെ വിശ്വാസം എന്താ, നടപടിക്രമം എന്താണെന്ന് പഠിക്കണം. അത് പഠിച്ചാലേ ഇസ്ലാമിൻ്റെ തൗഹീദ് മനസ്സിലാകുള്ളൂ. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നമാ തൻഖുലു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ. ജാഹിലിയത്ത് എന്താണെന്നറിയാത്തവൻ ഇസ്ലാമിക സമുദായത്തിൽ വളർന്നു വന്നാൽ ഇസ്ലാമിൻ്റെ പിരികൾ ഒന്നൊന്നായി അഴിഞ്ഞു പോകും.
അപ്പം അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടക്കമുള്ള മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്താന്ന് നമ്മൾ പഠിക്കണം. ഇപ്പം നമ്മളെ ആളുകൾ വിചാരം എന്താണെന്നറിയോ? അള്ളയാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അള്ളയാണ് നമ്മളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, അള്ളാഹു റിസ്ക് തന്നില്ലെങ്കിൽ നമുക്ക് റിസ്ക്കില്ല, അള്ളാഹു കാത്തില്ലെങ്കിൽ നമുക്ക് കാവലില്ല. ഇതൊക്കെ വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. പിന്നെ ഇടയ്ക്കൊന്ന് മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ചാൽ പിന്നെ എങ്ങനെ ശിർക്കാകുക? അപ്പം അള്ളാഹ് സൃഷ്ടാവാണ്, അള്ളാഹ് സംരക്ഷകനാണ്, അവൻ ഭക്ഷണം നൽകുന്നവനാണ്, അവൻ നമ്മളെ പോറ്റി വളർത്തുന്നവനാണ്, അവൻ നമ്മുടെ ഉടമയാണ്, നമ്മൾ അവൻ്റെ അടിമയാണ് എന്നൊക്കെ വിശ്വസിച്ചാൽ തന്നെ തൗഹീദ് പൂർത്തിയാകുമോ? പൂർത്തിയാകുമെങ്കിൽ അബൂജഹലിൻ്റെ തൗഹീദ് പൂർത്തിയാണ്ടേ. അബൂജഹൽ നിരീശ്വരവാദിയായിരുന്നു തന്നെ, പടച്ചോനില്ല എന്ന് വിശ്വസിച്ച ആളായിരുന്നോ? ഈശ്വരവാദിയല്ലേ? ഇത് പറയുമ്പോൾ കണ്ടോ അബൂജഹലിനെ വെള്ള പൂശുന്നു, അബൂജഹലിനെ മാർക്കം കൂട്ടുന്നു എന്ന് പറയും. അബൂജഹലിനെ നമുക്ക് വെള്ള പൂശേണ്ട ആവശ്യമല്ല, മാർക്കം കൂട്ടേണ്ട ആവശ്യമല്ല. ഖുർആനിൽ അവരെ പറ്റി പറഞ്ഞത് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അവരെ വാദം തന്നെ എന്തായിരുന്നു? ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ പിൻഗാമികളാണ് അല്ലേ? മക്ക ഭാഗത്തല്ലേ ഇബ്രാഹിം നബി ജീവിച്ചത്? ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയൊക്കെ ജീവിച്ച് മക്കത്ത് വന്നിട്ടുണ്ടല്ലോ ഇബ്രാഹിം നബി. അപ്പം ആ ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ. അതേസമയം റസൂൽ കൊണ്ടുവന്ന ലാ ഇലാഹ ഇല്ലല്ലയെ അവർ അംഗീകരിച്ചതുമില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിനെ പറ്റി പറയുന്നിടത്തൊക്കെ ഖുർആൻ പറഞ്ഞത് വമാ കാന മിനൽ മുശ്രിക്കീൻ. അധിക സ്ഥലത്തും കാണാം അദ്ദേഹം മുശ്രിക്കുകളിൽ ഉൾപ്പെട്ട ആളായിരുന്നില്ല. എന്തിനാ അത് പറയുന്നത്? ഖുർആൻ ഇറങ്ങണ കാലത്തുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ ഇബ്രാഹിം നബിൻ്റെ ആളുകൾ, അവരാകട്ടെ ഷിർക്കിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആളാണ്. അപ്പം അള്ളാഹ് പറയാണ് നിങ്ങൾ ഈ ഷിർക്കിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നില്ല. പിന്നെ ഇബ്രാഹിം നബിയുടെ പിൻഗാമിയാകാൻ ആർക്കാ അവകാശമുള്ളത്? ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ. ഇബ്രാഹിം നബിയുമായി ഏറ്റവും ബന്ധപ്പെട്ടത് ഈ നബിയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുമാണ്. ആര്? മുഹമ്മദ് നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അവർ നമ്മളെപ്പോലെ തന്നെ. ഇപ്പോൾ ചില ആളുകളൊക്കെ അള്ളാഹിൻ്റെ വഹദാനിയത്ത് അറിയണം, വഹദാനിയത്ത് പഠിപ്പിക്കാനോ ഉമ്മത്തിന് വഹദാനിയത്ത് അറിഞ്ഞുകൂടാ, വഹദാനിയത്തിലേക്ക് ക്ഷണിക്കണം, വഹദാനിയത്തില്ല, വഹദാനിയത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നൊക്കെ പറയും. നിങ്ങളിവിടെ ജിന്നും പിശാചും പറഞ്ഞ് തർക്കിക്കാണോ? ഉമ്മത്തിന് വഹദാനിയത്ത് അറിയുന്നില്ല, എന്നാ വഹദാനിയത്ത് പറഞ്ഞു കൊടുക്കുക? ഇല്ല. എന്താ വഹദാനിയത്ത് പറയല്? അള്ളയാണ് നമ്മളെ പോറ്റി വളർത്തുന്നത്, അല്ല നമുക്ക് റിസ്ക് തരുന്നത്, അള്ളാഹിനെ കൊണ്ടാണ് എല്ലാം നടക്കുന്നത്, അല്ലല്ലെങ്കിൽ ഒന്നും നടക്കൂല. അതൊക്കെ വിശ്വസിച്ച വഹദാനിയത്താവോ? ആവൂല. അത് അബൂജഹലും അംഗീകരിച്ചതാ. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള. മുഹമ്മദ് നബിയെ മക്കക്കാരോട് നീ ചോദിക്കണം, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം. അവർ പറയും അസീസും അലീമുമായ അള്ളയാണ്. അസീസ് എന്താ? ജയിക്കാൻ കഴിയാത്തവൻ. അലീം എല്ലാം അറിയുന്നവൻ. അപ്പം അള്ളാഹ് അസീസ് ആണെന്നും അള്ളാഹ് അലീമാണെന്നും ആര് മനസ്സിലാക്കിയിട്ടുണ്ട്? മക്കക്കാരും മനസ്സിലാക്കിയിട്ടുണ്ട്. സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അവർക്ക് തർക്കമല്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് അബൂജഹലും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നോക്ക്, വലഇൻ സഅൽതഹും മൻ ഖലഖഹും, അവരെ സൃഷ്ടിച്ചത് ആരാണെന്ന് നീ ചോദിച്ചു നോക്ക്. അപ്പോഴെന്ത് പറയും? ലയഖൂലുന്ന അള്ളാഹുവാണെന്ന് അവർ പറയും. അതുപോലെ വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തന്നതാരാണ് എന്ന് ചോദിച്ചാൽ അപ്പോഴും പറയില്ല യഖൂലുന്ന അള്ളാഹുവാണ്. എന്നിട്ട് ഖുർആൻ ചോദിക്കുക ഫഅന്നാ യുഫകൂൻ. ഇതൊക്കെ അംഗീകരിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്നതിൽ നിന്ന് അവർ തെറ്റിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അപ്പം സൃഷ്ടിച്ചത് അള്ളയാണ്. ആകാശവും ഭൂമിയും ഞങ്ങളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളയാണ്. മഴ വർഷിപ്പിക്കുന്ന അള്ളാഹുവാണ്, ഭക്ഷണം ഉപജീവനം നൽകുന്ന അള്ളാഹുവാണ്, ഇതൊക്കെ അധീനത്തിൽ വെച്ചിരിക്കുന്നതും അള്ളാഹുവാണ്. ഇങ്ങനെ ഒരുപാട് ആയത്ത് നമ്മൾ ഉദ്ധരിച്ചപ്പോൾ അപ്പുറത്ത് നല്ല മറുപടി എന്താണെന്നറിയോ? ലയഖൂലുന്ന, അവർ പറയുന്നല്ലേ, അത് വെറും പറച്ചിൽ തന്നെ ഉള്ളൂ, പോലെ മനസ്സിലില്ല. വായോണ്ട് അങ്ങനെ പറയും അള്ളയാണ് പഠിച്ചത്, അള്ളയാണ് ഭക്ഷണം തരുന്നതൊക്കെ പറയും, അവരെ മനസ്സിൽ അങ്ങനെ അവർ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ അപ്പോഴത്തെ പുതിയ വാദം അബൂജഹലും വായോണ്ട് പറഞ്ഞേന്നു. എന്നാൽ സൂറത്ത് യൂസുഫിലെ 106 ആയത്ത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളി. സൂറത്ത് യൂസുഫ് 106 എന്തായത്ത്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല,
മുശ്രിക്കുകളായിക്കൊണ്ടല്ലാതെ. അപ്പൊ അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ആ വിശ്വാസത്തിൽ എന്ത് കലർന്നിട്ടുണ്ട്? ശിർക്ക് കലർന്നിട്ടുണ്ട്. അപ്പൊ വായോണ്ട് വെറുതെ പറഞ്ഞതാ? വായോണ്ട് പറഞ്ഞാണോ? അല്ല, അവർക്ക് അങ്ങനെ വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു. ഈ ആയത്തിന്റെ തഫ്സീർ നമ്മൾ എടുത്തു നോക്കിയ സുഹൃത്തുക്കളെ അത്ഭുതപ്പെടും. നിങ്ങൾ കേട്ടോളൂ. തഫ്സീർ തൊബരി പറയാം, ഫലൈസ അഹദുൻ യുശ്രികു ബില്ലാഹി ഇല്ലാ വഹുവ മുഅ്മിനുൻ ബിഹി. അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്ന ഒരാളുമില്ല അവനിൽ വിശ്വസിക്കുന്നവനല്ലാതെ. വിശ്വാസമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശിർക്ക് വെക്കാൻ പറ്റുകയുള്ളൂ. അലാ തറ കൈഫ കാനത്തിൽ അറബു തുലബ്ബി. അറബികൾ തെൽബിയത്ത് ചൊല്ലിയത് എങ്ങനെയാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? എന്താ അവർ പറഞ്ഞത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. നമ്മൾ അതേ തെൽബിയത്ത് തന്നെ തുടക്കം. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങളിതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു കൂറുകാരും പങ്കുകാരുമില്ല. അപ്പം നബി പറഞ്ഞു, ഖദിൻ ഖദിൻ, മതി മതി, നിർത്തൂ. അവർ നിർത്തിയോ? അവർ നിർത്തിയില്ല, അവർ അപ്പുറത്തേക്ക് പോയി. എന്താ പറഞ്ഞത്? ലാ ശരീക്കലൊക്കെ പറഞ്ഞിട്ട് ഇല്ലാ ശരീക്കൻ, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ഇല്ലാ ശരീക്കൻ, ഒരു തരം പങ്കുകാരനല്ലാതെ. ഹുവ ലക, ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്. തംലിക്കുഹു, അവനെ നീ ഉടമപ്പെടുത്തുന്നു. വമാ മലക, ആ പങ്കുകാരൻ എന്തിനൊക്കെ ഉടമപ്പെടുത്തുന്നുവോ അതിൻ്റെ ഉടമസ്ഥനും നീയാണ്. അപ്പൊ സ്വതന്ത്ര പങ്കുകാരനല്ല, പടച്ചവന്റെ ഉടമസ്ഥതയിലും കീഴിലുമുള്ള അധീനത്തിലുള്ള പങ്കുകാരൻ. അപ്പൊ മുശ്രിക്കുകൾ ഞങ്ങൾ മുശ്രിക്കുകളാൻ സമ്മതിച്ചിരുന്നു, ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട് സമ്മതിച്ചിരുന്നു. കാരണം അള്ളാഹ്ക്ക് ശരീക്കുണ്ട് എന്നല്ല പറഞ്ഞത്. അള്ളാഹ്ക്ക് ശരീക്കുണ്ട് എന്നാണ് ഓരോ വാദം, പക്ഷെ ശിർക്ക് തെറ്റല്ല എന്നാ. ശിർക്ക് ഞങ്ങൾ ചെയ്യുന്നില്ല എന്നോല് പറഞ്ഞോ? പറഞ്ഞോല്ല, ശിർക്കുണ്ട്, പക്ഷെ ശിർക്ക് എന്തല്ല, തെറ്റല്ല. അള്ളാഹ്ക്ക് ശരീക്കുണ്ട്, ശരീക്കുള്ള അള്ളാഹുവിലാണ് അവരെന്ത് വിശ്വസിച്ചത്. അപ്പൊ അള്ളാഹുൽ വിശ്വസിച്ചിട്ടില്ലേ? അവർ ഹജ്ജ് ചെയ്തിട്ടില്ലേ? അവർ തവാഫ് ചെയ്തിരുന്നില്ലേ? അവർ ആശുറ നോമ്പ് നോറ്റിയിരുന്നില്ലേ? അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ യഥാർത്ഥ തൗഹീദ് അവർക്ക് മനസ്സിലാകുന്നത്. ഇത് പറഞ്ഞിട്ട് അൽ മുശ്രികൂന കാനു യഖൂലൂന ഹാദാ, മുശ്രിക്കുകൾ ഇത് പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, ബുഖാരിയിൽ കാണാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിവായത്ത്, ഖാല മിൻ ഈമാനിഹിം, അവരെ വിശ്വാസത്തിൽപ്പെട്ടതായിരുന്നു. ഇദാ ഖീല ലഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വമൻ ഖലഖൽ അർള വമൻ ഖലഖൽ ജിബാൽ, ആകാശങ്ങളെ സൃഷ്ടിച്ചതാരാണ്, ഭൂമിയെ സൃഷ്ടിച്ചതാരാണ്, പർവ്വതങ്ങളെ സൃഷ്ടിച്ചതാരാണ് എന്നവരോട് ചോദിക്കപ്പെട്ടാൽ ഖാലു അല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ്. വഹും ബിഹി മുശ്രികൂൻ, അതോടൊപ്പം അവർ അവനിൽ പങ്കു ചേർക്കുകയും ചെയ്യുന്നു. അപ്പൊ അവർ ചെയ്ത ശിർക്ക് എന്താണ്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് അവർ ചെയ്ത ശിർക്ക്? രണ്ട് പടച്ചോണ്ടെന്ന് വിശ്വസിച്ചതാ. ഇപ്പൊ ചില ആളുകൾ അങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് ബഹുദൈവ വിശ്വാസം എന്നല്ലേ? ബഹുദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലധികം ദൈവങ്ങളുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഏകനായ അല്ലാഹുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങളെ വാക്കുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല എന്ന് വന്ന്, ഞങ്ങൾ ബഹുദൈവ വിശ്വാസ, ഒറ്റ പടച്ചോൻ ഞങ്ങൾ വിശ്വസിക്കണത്. അബൂജഹൽ രണ്ട് പടച്ചോണ്ടെന്ന് വിശ്വസിച്ചിരുന്നു അല്ല, ഒരു പടച്ചോൻ തന്നെ ഉള്ളൂ. പക്ഷെ ആ പടച്ചവനയിലേക്ക് അടുക്കാൻ വേണ്ടി അവൻ ചിലരെ വിളിച്ച് പ്രാർത്ഥിച്ചു, മധ്യസ്ഥന്മാരാക്കി അടയാളന്മാരോട് പ്രാർത്ഥിച്ചു. ഇബ്രാഹിം നബി, ലാത്ത, ഇതൊക്കെ അടയാളന്മാരായിരുന്നു. ആ ഒരു സ്വഭാവമാണ് ഇന്ന് നമ്മൾ ആളുകൾക്കുള്ളത്. നിങ്ങളൊരു സാധാരണക്കാരനോട് ചോദിച്ചോക്കണം, നിങ്ങൾ എന്തിനാണ് ഇപ്പം ഈ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് തേടുന്നത്, അവരോട് സഹായം ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും, മോനെ അതൊന്നും പടച്ചോനാന്ന് നമ്മൾ വിശ്വസിക്കണില്ല. അവരൊക്കെ പടച്ചോൻ്റെ അടുത്ത് അടുപ്പമുള്ള ആളുകളാണ്. നമ്മളെ കൂടുതൽ പടച്ചവനിലേക്ക് അടുപ്പിക്കാൻ അവർക്ക് കഴിയും. ഈ വിശ്വാസമുള്ളത്. അങ്ങനെ അടുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ പടച്ചോൻ്റെ അടുത്തേക്ക്? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് അടുക്കാൻ നമുക്ക് ഇബാദത്തുകൾ മതി, മഹാന്മാർ വേണ്ടതില്ല. മഹാന്മാരെ ഉപദേശം സ്വീകരിക്കുക, അവരെ ദഅവത്ത് സ്വീകരിക്കുക. പക്ഷെ അവർ മരിച്ചു പോയിട്ട് അവരോട് എൻ്റെ കാര്യം ഒന്ന് പടച്ചവനോട് പറയേ എന്ന് പറയുന്ന സമ്പ്രദായം ജാഹിലിയത്തിലെ സമ്പ്രദായമാണ്. അതൊരിക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സമ്പ്രദായമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മളെ നാട്ടിൽ അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അതിന് പറയുന്ന 3 ന്യായങ്ങളുണ്ട്. ഒന്ന്, തീവ്ര വിഭാഗം
പറയുന്ന മുടിപ്പള്ളി ഉണ്ടാക്കുന്ന കൂട്ടർ പറയുന്നത് എന്താ വെച്ചാൽ സ്വമദീയത്ത് കൽപ്പിച്ച് വിളിച്ചാലേ ശിർക്കാവുള്ളൂ. അപ്പം മുഹിയുദ്ദീൻ ശൈഖ് സമദാണ്, ബദരീങ്ങളെ സമദാണ് എന്ന് വിശ്വസിക്കണില്ല. ഞങ്ങൾ സമദ് അള്ളാഹു ആണെന്നാണ് ഞങ്ങൾ അള്ളാഹു സമദ് എന്നാ ഞങ്ങൾ വിശ്വസിക്കണത്. എന്താ സമദ് കാരണം? സ്വയം പര്യാപ്തൻ, സ്വയം കഴിവുള്ളവൻ എന്നൊക്കെ അവരിന് വിശദീകരിക്കും. വേറെ ആരിലേക്കും ഒരാശ്രയം ഇല്ലാത്തവൻ, എല്ലാം സ്വന്തം നിലക്ക് സാധിക്കുന്നവൻ. അപ്പം അങ്ങനെ സ്വയം പര്യാപ്തനായ സ്വയം കഴിവുള്ള ആളായിട്ട് മുഹിയുദ്ദീൻ ശൈഖിനെയോ ബദരീങ്ങളെയോ ഞങ്ങൾ കാണില്ല. അള്ള കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്നവരാരൊക്കെ? ഇവരൊക്കെ. അതുകൊണ്ട് എങ്ങനെ ശിർക്കാകുക? അപ്പം നമുക്ക് തിരിച്ചൊരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. അബൂജഹല് അവൻ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന മഹാന്മാർക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിചാരിച്ചിരുന്നോ? ഇബ്രാഹിം നബിക്ക്, ലാത്തക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല എന്നവരെ തൽബിയത്ത് തന്നെ കിട്ടി. എന്താ തൽബിയത്ത് പറഞ്ഞത്? നിനക്കൊരു കൂട്ടുകാരും കൂറുകാരും ഇല്ല, ഒരു കൂട്ടുകാരനുണ്ട്, പങ്കുകാരനുണ്ട്. ആ പങ്കുകാരൻ നിൻ്റേതാണ്, നിന്റെ കീഴിലാണ്. അവൻ്റെ ഉടമസ്ഥനും ആരാണ്? നീയാണ്. അപ്പോൾ പടച്ചോൻ്റെ കീഴിലുള്ള പങ്കുകാരല്ല വിശ്വസിച്ചത്. പടച്ചോൻ കൊടുത്ത കൈകൊണ്ട് സഹായിക്കുന്ന അബൂജഹൽ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ മണ്ണാർക്കാട് സംവാദത്തിൽ അവർക്ക് പൊളിഞ്ഞുപോയി. 200ഓളം സമദീയത്തിൻ്റെ മുഖാമുഖം നടത്തിയ ആളുകളാണ് മണ്ണാർക്കാട് ഞങ്ങളുടെ മുമ്പിൽ വന്നത്. ഞങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാർക്ക് സമദീയത്ത് കൽപ്പിച്ചിരുന്നുവെന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോന്നാണ് എന്താ ചോദ്യം. ഖുർആൻ അവതരിച്ചിരുന്ന കാലത്തെ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാർക്ക് സമദീയത്ത് കൽപ്പിച്ചുകൊണ്ടാണ് വിളിച്ചിരുന്നത് എന്ന് തെളിയിക്കാൻ പറ്റുമോ? ഖുർആൻ കൊണ്ട് ഹദീസ് ഉണ്ടോ? പറ്റൂല. മറിച്ച് നമ്മൾ തെളിയിക്കുകയും ചെയ്യും. സമദീയത്ത് കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളതിന് അവരെ തെൽബിയ തന്നെ തെളിവ്. ആ തെൽബിയത്തിന് അവർ തൊട്ടില്ല, തൊടാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഇനി ഭൂരിഭാഗം വരുന്ന നമ്മുടെ നാട്ടിലെ ഇവരെ എതിർക്കുന്ന വിഭാഗം ഉണ്ടല്ലോ, രാഷ്ട്രീയ സുന്നികൾ, അവരെന്താ പറയണത്? പരമമായ അനുഗ്രഹദാതാവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാലേ ശിർക്കാവുള്ളൂ. അമ്പലക്കടവ് ഫൈസിയും കൂട്ടരും പറഞ്ഞതാണ്. അപ്പം മുഹിയുദ്ദീൻ ശൈഖ് പരമമായ അനുഗ്രഹദാതാവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ബദരീങ്ങൾ പരമമായ അനുഗ്രഹം നൽകുന്നവരാണെന്ന് വിശ്വസിക്കുന്നില്ല. പരമമായ അനുഗ്രഹം നൽകുന്നവൻ അള്ളാഹുവാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മതി. മക്കാ മുശ്രിക്കും അങ്ങനെ തന്നെയായിരുന്നു. മക്കാ മുശ്രിക്ക് ഇബ്രാഹിം നബി പരമമായ അനുഗ്രഹദാതാവെന്ന് വിശ്വസിച്ചിരുന്നോ? ലാത്ത പരമമായ അനുഗ്രഹദാതാവെന്ന് വിശ്വസിച്ചിരുന്നോ? ഒറ്റ ചോദ്യം, തെളിയിക്കാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെ നജീബ് മുസ്ലിയാരും കൂട്ടരും പറയുന്നത് എന്താണ്? അവർ പറയുന്നത് റബ്ബാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ എന്നാ. കണ്ടോ? ബദരീങ്ങൾ റബ്ബാണ്, മുഹിയുദ്ദീൻ ശൈഖ് റബ്ബാണ്, അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് തിരിച്ച് ചോദിക്കാനുള്ളത്, മക്കത്തെ മുശ്രിക്കുകൾ അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒക്കെ ഇബ്രാഹിം നബി റബ്ബാണെന്ന് വിശ്വസിച്ചോ? ലാത്ത റബ്ബാണെന്ന് വിശ്വസിച്ചോ? ഉസ്സ റബ്ബാണെന്ന് വിശ്വസിച്ചോ? അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ ഇവർക്കൊക്കെ ഇബാദത്ത് എടുക്കുന്നത് ഇവർ ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം അടുപ്പിക്കാനുള്ള ആളുകളാണ്. പിന്നെ പറഞ്ഞെന്താ? ഹാഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശുപാർശക്കാരാണ്. ഈ വിശ്വാസത്തോടു കൂടിയാണ് അവരെന്ത് ചെയ്തിരുന്നത്? മരിച്ച മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സാധാരണക്കാരോട് ഇപ്പോഴും പഴയ ഉദാഹരണം പറയണത് എന്ത്? നമ്മളിപ്പോൾ ഒരു മന്ത്രിൻ്റെ അടുത്ത് പോകുമ്പോൾ നേർക്ക് നേരെ പോകില്ലല്ലോ. ലോക്കൽ നേതാവിനെ പിടിച്ച്, ജില്ലാ നേതാവിനെ പിടിച്ച് അങ്ങനെ തിരുവനന്തപുരത്ത് ചെന്നിട്ട് അങ്ങനെയാണ് പോവുക. എന്നതുപോലെ പടച്ചോൻ്റെ അടുത്ത് പോകുമ്പോൾ നേർക്ക് നേരെ ഇങ്ങ് പോയിക്കൂടാ. അവൻ്റെ പ്രിയപ്പെട്ട അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളോടൊക്കെ അവർ മുഖേന പോകണം, അപ്പോഴേ ശരിയാകുള്ളൂ അല്ലേ? വേറെ ചിലപ്പോൾ പറയും ട്രാൻസ്ഫോർമറിന് നമ്മൾ നേരിട്ട് കറണ്ട് എടുക്കുമോ? ഇല്ലല്ലോ. ട്രാൻസ്ഫോർമറിന് നമ്മൾ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫ്യൂസ് വെച്ചിട്ട് ആ വോൾട്ടേജ് ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ 110-ലോ 230-ലോ നമുക്ക് പ്ലഗ് കുത്താൻ പറ്റുള്ളൂ. എന്നതുപോലെ അള്ളാൻ്റെ അടുത്തേക്ക് നമ്മളൊക്കെ എത്രയോ തെറ്റ് ചെയ്യുന്ന ആളെ ചിലപ്പോഴൊന്നും സുബൈക്ക് എണീക്കൂല, കടം കൊടുത്താൽ വാങ്ങിയോ കൊടുക്കൂല, നുണ പറയും, ചിലപ്പോൾ ഫിലിം കാണും, വൃത്തികെട്ട അശ്ലീലങ്ങൾ കാണും,
അന്യ പെണ്ണുങ്ങളെ നോക്കും, പല കുറ്റങ്ങളും ചെയ്യുന്ന ആളുകളല്ലേ നമ്മൾ. ഇങ്ങനെയുള്ള നമ്മൾ പരമപരിശുദ്ധനായ റബ്ബിനോട് നേർക്ക് നേരെ ദ്വാരക്ക എന്ത് യോഗ്യത നമുക്കൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ അള്ളാഹിൻ്റെ പ്രിയപ്പെട്ട അമ്പിയ ഔലിയാക്കന്മാരോട് നമ്മളെ കാര്യം പറയാം, അവർക്ക് അള്ളാഹിൻ്റെ അടുത്തുള്ള സ്ഥാനം കൊണ്ട് നമ്മൾ ഈ സംഗതി നേടിത്തരിക. അപ്പം മന്ദിറിൻ്റെ ഉദാഹരണവും ട്രാൻസ്ഫോർമറിൻ്റെ ഉദാഹരണവും ഒക്കെ ഇപ്പോഴും ജനങ്ങളോട് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഖുർആനിൽ ആയത്തുണ്ട്, ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, അള്ളാഹ്ക്ക് നിങ്ങൾ ഉദാഹരണം പറയരുത്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളാഹു അറിയുന്നവനാണ്, നിങ്ങൾ അറിയാത്തവരാണ്. ഇതുപോലത്തെ ഉദാഹരണം പറഞ്ഞ ബഹുദൈവ വിശ്വാസികൾ കൊടുത്ത മറുപടിയാണ്. ഇപ്പം രാജാവിൻ്റെ അടുത്ത് കാര്യം നേടണമെങ്കിൽ നേർക്ക് നേരെ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ? ഇല്ല. രാജസദസ്സിലുള്ള ആരെങ്കിലും പിടിച്ച് മണിയടിച്ചിട്ട് എന്നിട്ട് ഓൻ പറയും രാജാവിനോട്, ദാ ഒരാൾ വന്നിട്ടുണ്ട്, എൻ്റെ ആളാ, ഞാനറിയാം, ഒന്ന് വന്നോട്ടെ. അതുപോലെയാണ് പടച്ചോന്ന്. കണ്ടോ സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഒരാളും ആവശ്യമില്ല. ഏതൊരാൾക്കും അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കാം, എത്ര തെറ്റ് ചെയ്ത ആളാകട്ടെ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, സ്വന്തം ശരീരങ്ങളോട് അതിര് വിട്ട് പ്രവർത്തിച്ച, തെറ്റുകൾ ധാരാളം പ്രവർത്തിച്ച എൻ്റെ അടിമകളോട് പറയുക നബിയേ, നിങ്ങൾ അള്ളാഹിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടരുത്. പടച്ചോൻ എനിക്ക് പുറത്തു തരൂല, എനിക്കിനി പടച്ചോനോട് പ്രാർത്ഥിക്കാനുള്ള യോഗ്യതല്ല എന്ന് നിങ്ങൾ ആരും പറഞ്ഞു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, പാപങ്ങൾ അതിയായി പൊറുക്കുന്ന കരുണാനിധിയാകുന്നു അവൻ. വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ. വഅസ്ലിമൂ ലഹു, നിങ്ങളെല്ലാം അവന് സമർപ്പിക്കുവീൻ. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് മുമ്പ് അതാണ് വേണ്ടത്. തുമ്മ ലാ തുൻസറൂൻ, പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല. അപ്പം എത്ര പാപിയായ മനുഷ്യനും അള്ളാഹിനോട് നേർക്ക് നേരെ പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പമില്ല. ഇബ്ലീസ് പ്രാർത്ഥിച്ചില്ലേ? ഇബ്ലീസ് ആദമിന് സുജൂദ് ചെയ്യാതെ പുറത്താക്കിയപ്പോൾ അവൻ്റെ ഒരു അപേക്ഷ ഉണ്ട് റബ്ബിനോട്. എന്താ അപേക്ഷ? ഫഅൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ, ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിനം വരെ നീ എന്നെ ഒന്ന് ബാക്കിയാക്കണേ. ആരാ പ്രാർത്ഥിച്ചത്? ഇബ്ലീസ്. നേർക്ക് നേരെ പഠിച്ചത്. അപ്പം തന്നെ അള്ള പ്രാർത്ഥന സ്വീകരിച്ച്, ഇന്നക മിനൽ മുൻദരീൻ, എന്നെ ഞാൻ ബാക്കിയാക്കിയാണ്. ഇലാ യൗമിൽ വഖ്തുൽ മഅലൂം, നിശ്ചിത സമയം വരെ നിന്നെ ഞാൻ ബാക്കിയാക്കിയാണ്. അപ്പം ഇബ്ലീസിന് വരെ നേർക്ക് നേരെ പ്രാർത്ഥിക്കാമെങ്കിൽ അത്രയൊന്നും കുറ്റം നമ്മളൊന്നും ചെയ്തില്ലല്ലോ, ഉണ്ടോ? അപ്പം ഏത് പാപിക്കും റബ്ബിനോട് നേർക്ക് നേരെ പ്രാർത്ഥിക്കാം, ഒരു മധ്യസ്ഥനും വേണ്ട, ഒരടയാളനും വേണ്ട. അതാണ് ഇസ്ലാമിൻ്റെ തൗഹീദ്. ആ തൗഹീദാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതാണ് ക്രിസ്ത്യാനികൾക്കില്ലാത്ത, യഹൂദികൾക്കില്ലാത്ത, ഹിന്ദുക്കൾക്കില്ലാത്ത കറ കളഞ്ഞ ഏകദൈവ സിദ്ധാന്തം. ഏതു സാധാരണക്കാരനും തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാം, ഏതു ഭാഷയിലും പ്രാർത്ഥിക്കാം, എത്ര തെറ്റു ചെയ്തവനും പ്രാർത്ഥിക്കാം. ഇന്ന റബ്ബി ഖരീബും മുജീബ്, എൻ്റെ റബ്ബ് അടുത്തവനാണ്, ഉത്തരം നൽകുന്നവനാണ്. അടുപ്പിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു എല്ലാവരോടും അടുത്തവനാണ്. എത്രത്തോളം കണ്ട നാളത്തെക്കാളേറെ അടുത്തവനുണ്ട്. സൂറത്ത് ഖാഫിൽ അല്ലേ, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്, അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും നമുക്കറിയാം. നാം അവനോട് അവൻ്റെ കണ്ഠനാളത്തെക്കാളേറെ അടുത്തവനാണ്. അപ്പം നമ്മൾ അടുപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അള്ളാഹുമായി അടുത്തവനാണ്. ആർക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ആ നിലക്ക് ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് പണ്ഡിതന്മാർ ശ്രമിക്കേണ്ടത്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് പകരം ജാറങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെയുള്ള ശിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. എത്ര കോടികളാ വരുമാനം അല്ലേ? ഖബർ സിയാറത്തിന് എതിർക്കുക എന്നാണ് പറയുന്നത്. ഖബർ സിയാറത്തുണ്ട്. നമ്മൾ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബന്ധപ്പെട്ടവരെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയൊക്കെ ഖബറുകൾ പോയി സിയാറത്ത് ചെയ്താൽ മരണത്തെ ഓർക്കാൻ, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ഈ ദുനിയാവിൽ നമുക്ക് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ അതൊക്കെ സാധിക്കും. പക്ഷേ ഇതല്ല. മഹാന്മാരെ ഖബറുകൾ സിയാറത്ത് ചെയ്യാൻ പോകുന്ന എന്തിനു വേണ്ടി? കടം വീടുവാൻ, പോയ ഭർത്താവ് തിരിച്ചു വരുവാൻ, മാറാരോഗങ്ങൾക്ക് ഫലസിദ്ധി, പേപ്പട്ടി വിഷ നിവാരണം എന്നിങ്ങനെ ആഗ്രഹങ്ങൾ സബലീകരിക്കുവാൻ സന്ദർശിച്ചു സായുജ്യമടയുക. അതിനാ പോണത്. അതിന് ചിക്കിളിയും കൊടുക്കണം. നിങ്ങൾ ചെന്നിട്ട് പൈസ ഒന്നും കൊടുക്കാതെന്ന് പോ നോക്കിയാട്ടെ. ചെന്നാ ചോദിക്കും ജാറമൂടെ വേണ്ടു, സിയാറത്താ വേണ്ടു.
ജാറം മൂടണമെങ്കിൽ പൈസ കൊടുത്താൽ ഒരു തുണി തരും, അത് ആ ജാറത്തിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഇങ്ങെടുത്താൽ അതിനൊരു ഫീസ്. പിന്നെ വെറുതെ സിയാറത്തല്ല, അവിടെ പെട്ടി വെച്ചിട്ടുണ്ട്, അതിൽ പൈസ ഇടണം. ഇതൊക്കെ വരുമാനമാണ് സുഹൃത്തുക്കളെ, ഇതെല്ലാം വ്യവസായമാണ്. ഖബർ സിയാറത്തല്ല നടക്കുന്നത്, ഖബർ ഇബാദത്താണ്, ഖബർ പൂജയാണ്, ശവകുടീര വ്യവസായമാണ് നടക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിൻ്റെ വിരിമാറിൽ തല ചായച്ചുകൊണ്ടാണ് അവസാന നിമിഷം കഴിച്ചു കൂട്ടിയത്. മരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വാചകം എന്താ വാചകം? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ, അവരവർ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്നാണ്. ഇതിങ്ങനെ ആവർത്തിച്ച് പറയാ. എന്തിനാത്? മരിക്കാൻ നേരത്ത് ജൂത ക്രിസ്ത്യാനികളെ ശപിച്ചിട്ട് അരിശം തീർത്ത് മരിക്കാനാ തന്നെ? അല്ല, അതിനല്ല. പിന്നെയോ ആയിഷ റളിയല്ലാഹു പറയാണ്, യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ആർക്കാ മുന്നറിയിപ്പ്? ഈ ഉമ്മത്തിനുള്ള മുന്നറിയിപ്പ്. എന്ത്? ജൂതന്മാർ ക്രിസ്ത്യാനി ചെയ്തതുപോലെ എൻ്റെ ഖബർ ഞങ്ങൾ എന്ത് ചെയ്യരുത്? ആരാധനാ കേന്ദ്രമാക്കരുത്. മറ്റൊരു റിവായത്തിൽ കാണാം, അലാ വ ഇന്ന മൻ കാന ഖബലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഹിം വസാലിഹിം മസാജിദ. നിങ്ങൾ അറിയണം, നിങ്ങളെ മുമ്പുള്ളവർ അംബിയാഇന്റെയും സാലിഹീങ്ങളുടെയും ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരുന്നു. ഫഇന്നി അൻഹാകും അൻ ദാലിക, ഞാനിതാ നിങ്ങളോടത് വിരോധിക്കുന്നു. കണ്ടോ? അപ്പോൾ മരിക്കാൻ നേരത്ത് പോലും ഈ ഉമ്മത്തിനെ പറ്റി റസൂലുള്ളാഹിക്കുള്ള ബേജാറെന്താ? ജാറപ്പൂജയിലേക്ക് പോകോ എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇന്ന് നമ്മുടെ സമുദായത്തിൽ നടന്നു വരുന്ന പ്രധാനപ്പെട്ട ശിർക്കിൻ്റെ കൂത്താട്ടം. അതിനൊരു എത്ര കോടികളാണ് ഉണ്ടാക്കുന്നത്. എല്ലാ ജാറങ്ങളും പിന്നെ ലേലത്തിന് വെക്കല. 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം എന്നിട്ട് ലേലത്തിനെടുക്കുക. 25 ലക്ഷത്തിന് ലേലത്തിനെടുത്താൽ അവിടെ വരുന്ന എല്ലാ വരുമാനവും ഇയാൾ എടുക്കും. മനസ്സിലായില്ലേ? 25 ലക്ഷം കമ്മിറ്റിക്ക് കൊടുത്താൽ മതി. നേർച്ച നടത്തലും അവിടുത്തെ പരസ്യം കൊടുക്കലും, എന്നിട്ട് പത്രത്തിൽ പരസ്യം, പിന്നെ TV-യിൽ പരസ്യം. എന്തിനായി പരസ്യം? ഇബാദത്തിന് പരസ്യത്തിന് ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇപ്പം നമ്മൾ പള്ളി ഉണ്ടാക്കിയ പരസ്യം കൊടുക്കലുണ്ടോ? നിങ്ങൾ സന്ദർശിച്ച് നമസ്കരിക്കുക, ലോഹർ അസർ മഗ്രിബ് ഇശ, പാപങ്ങൾ പൊറുക്കുവാൻ, നിങ്ങൾ പദവികൾ വർദ്ധിക്കുവാൻ, അള്ളാഹുമായി അടുക്കുവാൻ സന്ദർശിക്കുക പുതിയ പള്ളി. പരസ്യം കൊടുക്കലുണ്ടോ? അത് ഇബാദത്താ? മറ്റതോ ബിസിനസ്സാ? അപ്പം തനിച്ച ബിസിനസ്സാണ്. ഖബർ വ്യവസായമാണ് നടക്കുന്നത്, ഖബർ സിയാറത്തല്ല നടക്കുന്നത്. അതുകൊണ്ട് പാവപ്പെട്ട ആളുകൾ പലരും അറിയാതെ ഇതൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര ആളുകളുടെ ഈ ഖത്തറിൽ, കേരളത്തിൽ നിന്ന് വന്ന എത്രയെത്ര മുസ്ലിമീങ്ങളുണ്ട് ഇതൊന്നും മനസ്സിലാക്കാത്ത ആളുകൾ. നിങ്ങൾ അവരെ സമീപിക്കണം, അവർക്ക് കാസറ്റ് കൊടുക്കണം, അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. മുസ്ലിമീങ്ങളായ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ തത്വം. ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ ഒപ്പം മുഹമ്മദ് റസൂലുള്ളാഹിയും കൂടി പഠിപ്പിച്ചു. അതെന്താ തമ്മിലെ ബന്ധം? അള്ളാഹു വല്ലാതെ ആരാധനക്ക് അർഹനില്ല. പിന്നെ വല്ല നിലക്കും ആരാധനിക്കാൻ അർഹത ഉണ്ടെങ്കിൽ ആർക്കാണ് ഉണ്ടാകേണ്ടത്? മുഹമ്മദ് നബി സല്ലല്ലാഹു. അദ്ദേഹം പോലും എന്തല്ല? ഇലാഹല്ല. പിന്നെ അദ്ദേഹം ആരാ? റസൂലുള്ളാഹ്. അതും കൂടി സമ്മതിച്ചു കൊടുക്കുക, അപ്പോഴേ മുസ്ലിം ആകുള്ളൂ. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വ്യക്തി മാത്രമാണ് അദ്ദേഹം. ഒരിക്കലും ഇലാഹല്ല, ഇലാഹിൻ്റെ അംശം അദ്ദേഹത്തിലില്ല. അപ്പം സർവ്വ വ്യക്തി പൂജകളെയും സൃഷ്ടി പൂജകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലും ഈ ദുനിയാവിൽ നിന്ന് പിഴുതെറിഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് സ്ഥാപിക്കാൻ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ഈ സൃഷ്ടിപൂജയെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഒരു വശത്ത് നടന്നു വരുന്നത്. അതിനെതിരെ ശക്തമായി പോരാടേണ്ട തൗഹീദ് പ്രസ്ഥാനത്തിൽ പുതിയ പുതിയ ഫിത്തനകൾ കൊണ്ട് ദഅവത്ത് മുടക്കപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ആരാണ് ആ ദഅവത്ത് മുടക്കിയത്, ആരാണ് ഈ ഫിത്തന ഇവിടെ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ ശരിക്കും പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് വിശദീകരണ യോഗങ്ങളും മറുപടി പ്രസംഗങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ എനിക്ക് ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. അത് ശരിയല്ല. എന്താ അവിടെ ഉണ്ടായതെന്ന് നമ്മൾ പഠിക്കണം, പഠിച്ചേ പറ്റൂ. പരീക്ഷണങ്ങൾ എമ്പാടുണ്ടാകും. ദീൻ പരീക്ഷിക്കപ്പെടുക, നമ്മളൊക്കെ ദീൻ പരീക്ഷിക്കപ്പെടുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കണം, നമ്മൾ എന്താണ് ദീൻ എന്ന് മനസ്സിലാക്കി അതിൻ്റെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ നമുക്കും ആ പരീക്ഷണത്തിൽ തോൽവി ഉണ്ടാകും, യാതൊരു സംശയമല്ല. ഞാനിതാ പോകണമെന്ന് പണ്ട് പോയാൽ നഷ്ടപ്പെടുന്നത് നമുക്കായിരിക്കും. അതുകൊണ്ട് തൗഹീദിൻ്റെ ദഅവത്ത് നാട്ടിൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ശിർക്കിനെതിരുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. വഹാബികളുടെ തൗഹീദ് തകർന്നു വന്ന കുപ്രചരണം
ആ കുപ്രചരണത്തെ നേരിടേണ്ടതുണ്ട്. നമ്മുടെ തൗഹീദിന് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. 1920കളിൽ തുടങ്ങിയ തൗഹീദ് തന്നെ എപ്പോഴും ഉള്ളത്. അതിലിടക്ക് ആരൊക്കെ ഇടക്ക് വന്നു പോയിട്ട് അവരൊക്കെ ഈ അഹ്ലുസുന്നത്തിൻ്റെ തൗഹീദിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചപ്പോൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാത്തത് കൊണ്ട് അവരൊക്കെ പുറത്തുപോയി. അതാണ് യാതൊരു സംശയമില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ ഉള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞ മാറ്റമില്ലാത്ത തൗഹീദ് അങ്ങനെ തന്നെ പറയണം. ഇപ്പം നിങ്ങൾ കേട്ടിട്ടില്ലേ, പുഴക്കരയിൽ ജിന്നിനെ വിളിച്ച് തേടാന്ന സക്കരിയ സലാഹി പറയുന്നത്? പറയുന്നോട് ചെന്നിയ ക്ലിപ്പ് കേട്ടണോ? ഇല്ല. പിന്നെ അങ്ങനെ പറയുന്നത് കേട്ടു. ഇതപ്പോൾ ആളുകളുടെ അവസ്ഥ. ഒരാളെ പേരിൽ ശിർക്കാണ് ആരോപിക്കുന്നത്. ശിർക്ക് എത്ര വലിയ കുറ്റാണ്. അപ്പം ശിർക്ക് ആരോപണം എത്ര വലിയ കുറ്റാണ്. കേട്ടിട്ടില്ല ആളുകൾ. എന്താ പറഞ്ഞെന്ന് ആലോചിച്ചിട്ടില്ല. പുഴയെന്ന് ജിന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ ശിർക്കല്ലാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ നിങ്ങൾ കേട്ടണ ശിർക്കെ രക്ഷിക്കണേന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല അവിടെ. പക്ഷെ ആളുകൾ ഉണ്ടാക്കുകയാണ്. പിന്നെന്താ അവിടെ പ്രശ്നം ഉണ്ടായത്? ജിന്നെ രക്ഷിക്കണേന്ന് ഞാൻ പറഞ്ഞതാണോ? അല്ല, ആ വാക്കന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാൾ, ഒരു കുസൃതിക്കാരൻ ചോദിക്കാണ്, ഞാൻ പുഴയിൽ വീണ്, ജോസഫ് ഉണ്ട് അവിടെ, ജോസഫിനോട് സഹായം ചോദിച്ചാൽ ശിർക്കല്ല. പക്ഷെ ജോസഫും ഇല്ല, പോക്കരും ഇല്ല, ആരെയും കാണുന്നില്ല. അപ്പം ഞാൻ ഈ കരയിലൊരു ജിന്നുണ്ടെങ്കിലോ? അപ്പം തന്നെ ഞാൻ മറുപടി കൊടുത്തു, അങ്ങനെ ജിന്നുണ്ട് എന്ന് നബി പറഞ്ഞില്ലല്ലോ. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയില്ലല്ലോ, കാണൂല്ലല്ലോ. അല്ല ഉണ്ടെങ്കിലോ? അങ്ങനെ വിളിച്ചാലോ? വിളിക്കാൻ പാടില്ല. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്, ഹറാമാണ്. പിന്നെ അയാൾ പറയാണ്, അതിന് എൻ്റെ മനസ്സിൽ പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയല്ലേ ശിർക്കാവുള്ളൂ. എൻ്റെ മനസ്സിൽ ദ്വാ അല്ല. അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഒക്കെ വേണ്ടേ? ദ്വാ ആണെങ്കിൽ അതില്ല. പ്രാർത്ഥന അല്ല. പ്രാർത്ഥന ഉണ്ടാവൂലേ സാധാരണ നിലക്ക്? പുഴയിൽ വീണ ഒരാൾക്ക് പ്രാർത്ഥന ഉണ്ടാവൂലേ? സാധാരണ നിലക്ക് പ്രാർത്ഥന ഉണ്ടാകുന്ന സന്ദർഭമാണിത്. എളുപ്പം ഉത്തരം കിട്ടുന്നവരോട് പ്രാർത്ഥിക്കണ സമയം അത്. അപ്പം ഈ പോയത്തക്കാരെ ഇല്ലാത്തൊരു കാര്യം ചോദിക്കുക, എൻ്റെ മനസ്സ് പ്രാർത്ഥന അല്ല. പ്രാർത്ഥന ഇല്ലെങ്കിൽ പിന്നെ എന്താവൂല? ശിർക്കും ആവൂല. ഇവിടെ ഒച്ച കേൾക്കണം, എൻ്റെ കൈ പിടിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ കണ്ടോ എന്നിട്ട് ഭയങ്കര ബഹളം. എന്നിട്ട് അതിൻ്റെ പേരിൽ പുഴയിൽ വീണാൽ ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ട് ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കുപ്രചരണം. ഈ കുപ്രചരണങ്ങളൊക്കെ കേട്ടത് പാതി കേൾക്കാത്തത് പാതി വിശ്വസിക്കുന്ന എത്ര ആളുകളുടെ നാട്ടിൽ നിന്നറിയോ? അത് വിശ്വസിച്ചിട്ട് അതിൻ്റെ പിന്നാലെ കൂടാണ്. മറുവശം കേൾക്കുന്നില്ല. നമുക്ക് കേൾക്കാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും മാത്രമല്ല, നാട്ടിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ പ്രസംഗം കേൾക്കരുത്, അത് കേൾക്കാൻ പേച്ചു പോവും എന്ന് പണ്ട് പറഞ്ഞിരുന്നൊരു കൂട്ടരുണ്ട്. ആ കൂട്ടരെ പോലെ മുമ്പിൽ വായിക്കാം. ഞാൻ ചോദിച്ചു, പല സ്റ്റേജുകളിലും ചോദിച്ചു, ഞാൻ പ്രസംഗിക്കുന്നത് ശിർക്കാണോ? ഞാൻ പ്രസംഗിക്കുന്നത് കുഫറാണോ? ഞാൻ പ്രസംഗിക്കുന്നത് നിരീശ്വരവാദമാണോ, നിർമ്മതവാദമാണോ? എങ്കിൽ നിങ്ങൾ കേൾക്കണ്ടെന്ന് ജനങ്ങളോട് പറഞ്ഞോളൂ. അതല്ല, ഞാൻ ഖുർആന്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതിലെനിക്ക് പാളിച്ചയുണ്ടെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ തിരുത്തി കൊടുത്തോളൂ. നമ്മളിതുവരെ അങ്ങനെയല്ല പറഞ്ഞത് അല്ലേ? ഒരാൾ പ്രസംഗിച്ചത് തെറ്റാണെങ്കിൽ അത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ തിരുത്തി കൊടുത്തോളൂ. അതിന് കേൾക്കാൻ പാടില്ല, പോകാൻ പാടില്ല, നോട്ടീസ് കീറുക, പോസ്റ്റർ കീറുക, എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്? ഇതൊക്കെ ദഅവത്താണോ? അപ്പം സുഹൃത്തുക്കളെ, വിവാദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മൾ കൂടുതൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ഹക്ക് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇത് ഓരോരുത്തരും ദീനിൻ്റെ കാര്യമാണ്. എനിക്ക് നിങ്ങളെ ചാക്കേണ്ട കാര്യം, ഞാൻ നിങ്ങൾക്ക് എന്നെ ചാക്കേണ്ട കാര്യം നമ്മുടെ പരലോകത്തിൻ്റെ കാര്യമാണ്. യഥാർത്ഥ ദീൻ കൂട്ടാതെ കുറക്കാതെ ഉൾക്കൊള്ളണം. എങ്കിൽ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അതാണ് ഇസ്ലാമിൻ്റെ തത്വം. ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ഒരു പ്രാർത്ഥനയും നടത്താൻ പാടില്ല. ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ, മലക്കിനോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്. പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള സഹായം തേടിയാൽ അതും ശിർക്കാണ്. പിന്നെ അടുത്തുള്ള ജിന്നിനോടോ അകന്ന ജിന്നിനോടോ ഭൗതികമോ അഭൗതികമോ കൈവിൽപ്പെട്ടതോ കൈവിൽപ്പെടാത്തോ ഒന്നും ചോദിക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ അത് പഠിപ്പിച്ചിട്ടുമില്ല. തനിച്ച ബിദ്അത്താണത്. പിൽക്കാലത്തുണ്ടായ ഒരു ചർച്ചയാണത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് സഹായം ചോദിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടുള്ളത് മനുഷ്യന്മാരോടാണ്. മനുഷ്യന്മാരോട് അവരെ കൈവിൽപ്പെട്ട സഹായങ്ങൾ നമുക്ക് ചോദിക്കാം. അതാണ് അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് സഹായം ചോദിക്കാമെന്നോ ആരും പറഞ്ഞിട്ടില്ല. ഇല്ലാത്തത് പറഞ്ഞ് ശിർക്കാരോപണം നടത്തി സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സംഘടനാ താല്പര്യങ്ങൾക്കും വേണ്ടി കുപ്രചരണങ്ങൾ നടത്തുകയാണ്. അത് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ, ദീനിനു വേണ്ടിയുള്ള ഈ ഒരുമിച്ച് കൂടൽ
ഒരു പുണ്യകരമായി സ്വീകരിക്കുമാറാകട്ടെ. എത്ര ആളുകൾ കോർണീസിൽ പോയിട്ട് ആഘോഷം കാണുന്നുണ്ട്, നമ്മളാരും അതിന് പോയില്ല. ഒരു ദീനീ സദസ്സല്ലെന്ന് വിചാരിച്ച് വന്നു, കൂലി കിട്ടാൻ വേണ്ടി വന്നതാ അല്ലേ? അങ്ങനെ ആയിരിക്കണം നമ്മുടെ നിയ്യത്ത്. നമ്മുടെ എല്ലാവരുടെയും നിയ്യത്ത് ശരിയായിരിക്കണം. എങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ. ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഈ പ്രവാസി ജീവിതത്തിൽ ദീന് പഠിക്കാൻ, ദീന് ശരിക്ക് ഉൾക്കൊള്ളാൻ നിങ്ങൾ ശ്രമിക്കണമെന്നും അതിനുള്ള സംരംഭങ്ങളെ നിങ്ങൾ സഹായിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പക്ഷപാതിത്വവും കക്ഷിത്വ മനസ്ഥിതികളും ഒഴിവാക്കിക്കൊണ്ട് സ്വതന്ത്രമായി കാര്യങ്ങളെ വിലയിരുത്താൻ നിങ്ങൾ ശീലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അവൻ്റെ മഹലായ ഫളൽ കൊണ്ട് നമ്മുടെ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, എന്നുമെന്നും ഉറച്ചു നിൽക്കാൻ അവൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ അതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അൻസുർ മൻ നസറദ്ദീൻ വഖ്ദുൽ മൻ ഖദലൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.